This is Priya Gopalakrishnan, skincare trainer for Tamil Nadu and Kerala. So, ഇന്ന് നമ്മുടെ ടോപ്പിക് എന്താണെന്ന് നോക്കിയാൽ സ്കിൻ പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻ. സോ ചർമ്മത്തില് ഏത് പ്രശ്നമൊക്കെ ഉണ്ട് അതിന് ഏത് സൊല്യൂഷൻസ് ഒക്കെ കൊടുക്കാം, അതാണ് ഇന്ന് നമ്മുടെ ടോപ്പിക്. സോ എല്ലാവർക്കും ഒന്നാമത്തെ കാറ്റഗറിയിൽ വെരി മച്ച് താങ്ക് യു. സോ എല്ലാവരും ഈ സമയത്ത് ജോയിൻ ചെയ്ത എല്ലാ ആൾക്കാരിനും വെരി 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 താങ്ക് യു സോ മച്ച് ടീം ഫോർ ജോയിനിങ് ടുഡേ ഇൻ ദിസ് ടൈം അറ്റ് ദിസ് സെഷൻ. ഓക്കെ, സോ നമുക്ക് ഒന്നാമത്തെ കാറ്റഗറി നോക്കാം. ആദ്യമായിട്ടുള്ള പ്രശ്നം എന്ന് നോക്കുമ്പോൾ ആക്നെ, പിമ്പിൾസ്, ഡെഡ് ആക്നി. ആക്നി എന്ന് പറയുമ്പോൾ മുഖക്കുരു. പിന്നെ മുഖക്കുരുവിൽ നമുക്ക് ഒരുപാട് ടൈപ്സ് ഉണ്ട്. മുഖക്കുരു പാടുണ്ട്, പിന്നെ ചത്ത മുഖക്കുരു ഉണ്ട്. അതുപോലെ മുഖക്കുരുവിൽ നമുക്ക് ഒരുപാട് ടൈപ്സ് ഉണ്ട്. സോ ഇതുപോലെ നമുക്കൊരു പ്രശ്നം വരുന്നെങ്കിൽ അത് ഏറെ റീസൺസ് ഒക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് നോക്കാം. സോ ഒന്നാമത്തെ കാറ്റഗറി, നെവർ യൂസ് ഡേർട്ടി ക്ലോത്ത്സ്, ദാറ്റ് ഇസ് ഡ്രസ്, ടവൽസ്, ബെഡ്ഷീറ്റ്സ്, പില്ലോ കവേഴ്സ്. ഇങ്ങനെ പറയുമ്പോൾ ഒരിക്കലും നിങ്ങൾ അഴുക്ക തുണിയൊക്കെ ഉപയോഗിക്കരുത്. അഴുക്ക് ബെഡ്ഷീറ്റ്സ്, അഴുക്ക ടവൽസ്, അതുപോലെ അഴുക്ക് തുണിയൊക്കെ ഇടുന്നത്. നമുക്ക് ഒരു ആഴ്ചയിൽ 2 ദിവസം അതുപോലെ നമുക്ക് വാഷ് ചെയ്ത് ഇടുന്നത് തന്നെ കൊള്ളാം. പക്ഷെ ചില ആൾക്കാരുണ്ട്, നമുക്ക് പറയാൻ പറ്റത്തില്ല, പക്ഷെ ഞാൻ പറഞ്ഞു കൊടുക്കാം. ഇന്ന് ഇട്ട ഡ്രസ്സ്, ഇന്ന് ജിമ്മിൽ ഇട്ട ഡ്രസ്സ്, അല്ലെങ്കിൽ ഇന്ന് ജോലിക്ക് ഇട്ട ഡ്രസ്സ്, ആ ഡ്രസ്സ് നമ്മൾ അടുത്ത ആഴ്ച ഇടുന്നത്, അടുത്ത ദിവസം ഇടുന്നത്, അതുപോലെ നമ്മൾ ഇട്ട ഡ്രസ്സിനെ ഒരുപാട് വീണ്ടും വീണ്ടും ഇടുമ്പോൾ നമ്മുടെ ചർമ്മത്തിൽ ഒരുപാട് ഫംഗൽ ഇൻഫെക്ഷൻസ് കിട്ടാറുണ്ട്. സോ അതിന്റെ ഒരുപാട് എഫക്റ്റ് തന്നെ ഈ മുഖക്കുരു പാട്, പിന്നെ ചത്ത മുഖക്കുരു ഒക്കെ കിട്ടുന്നത്. രണ്ടാമത്തെ കാറ്റഗറി, നെവർ യൂസ് ടു മെനി ഡിറ്റർജൻസ്, ദാറ്റ് ഈസ് ഫാബ്രിക് കണ്ടീഷണർ, ഫാബ്രിക് വൈറ്റ്നേഴ്സ്. ഇങ്ങനെ പറയുമ്പോൾ ഒരിക്കലും നമുക്ക് ഡിറ്റർജന്റ്, ധാരാളം ഡിറ്റർജന്റ് ഒക്കെ ഒഴിക്കുന്നത് വാഷിംഗ് മെഷീനിൽ ഇടുമ്പോൾ, അല്ലെങ്കിൽ കയ്യിൽ നമുക്ക് തുണിയൊക്കെ വാഷ് ചെയ്യുമ്പോൾ കൂടുതൽ ഡിറ്റർജൻസ് ഒക്കെ ഒഴിക്കുന്നത്, കൂടുതൽ ഫാബ്രിക് കണ്ടീഷണേഴ്സ് ഒക്കെ ഒഴിക്കുന്നത്, ഇതുപോലെ നമ്മൾ ഒരുപാട് ധാരാളം ഡിറ്റർജൻസ് ഒക്കെ ഒഴിക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിന്റെ കെമിക്കൽസും അതിന്റെ കെമിക്കൽ സർഫക്റ്റൻസും, ഞാൻ വെസ്റ്റീജിന്റെ പ്രോഡക്ട്സിനെ കുറിച്ച് പറയുന്നില്ല, പക്ഷേ നമ്മുടെ മാർക്കറ്റ് പ്രോഡക്ട്സില് കിട്ടുന്ന ഫാബ്രിക് കണ്ടീഷണേഴ്സ്, ഫാബ്രിക് വൈറ്റ്നേഴ്സ്, ഈ ഫാബ്രിക് പോഡ്സ് ഒക്കെ ഉണ്ടല്ലോ, അതിനെ കുറിച്ച് തന്നെ ഞാൻ പറയുന്നത്. അതൊക്കെ നമുക്ക് കൂടുതൽ തുണിയിൽ ഒഴിച്ച് അതൊക്കെ വാഷ് ചെയ്യുമ്പോഴേ നിങ്ങളുടെ തുണിയെ തൊട്ട് നോക്കുമ്പോൾ ഒരുപാട് റഫ്നെസ് കിട്ടും. ആ റഫ്നെസ് ഉള്ള തുണിയെ നിങ്ങൾ ഫേസിൽ, മുഖം കഴുകിയിട്ട് അതിന്റെ ശേഷം ഫേസിൽ ഒപ്പിയെടുക്കുമ്പോൾ നിങ്ങളുടെ ചർമ്മത്തിൽ പെട്ടെന്ന് മുഖക്കുരു കിട്ടാൻ സാധ്യമുണ്ട്. എന്നൊന്ന് പറഞ്ഞാൽ കൂടുതൽ കെമിക്കൽസ് ഒക്കെ നിങ്ങളുടെ ചർമ്മത്തിൽ കയറുമ്പോൾ, അല്ലെങ്കിൽ ആ ഡ്രസ്സ് നിങ്ങൾ ഉടുക്കുമ്പോഴേ പെട്ടെന്ന് നിങ്ങളുടെ ദേഹത്തിലും കൂടി ഒരുപാട് കുരുവൊക്കെ ദേഹത്തിൽ കിട്ടുന്നത് ഈ പ്രശ്നം തന്നെ. പിന്നെ മൂന്നാമത്തെ കാറ്റഗറി, ഫുഡ്സ് വിച്ച് ആർ ബാഡ് ഫോർ സ്കിൻ. ഇങ്ങനെ പറയുമ്പോൾ മോശഭക്ഷണമൊക്കെ കഴിക്കുന്നത്, മോശഭക്ഷണം എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷേ കൂടുതൽ ഓയിലി ഐറ്റംസ്. ഞാൻ എല്ലാവർക്കും, ചില ആൾക്കാരിന് ഡൗട്ട് ഉണ്ട്, മാഡത്തിന് എങ്ങനെ മലയാളം അറിയാന്ന്. ഞാൻ പറയാം, എന്റെ അമ്മ മലയാളിയാ, എന്റെ അച്ഛൻ തമിഴാ. സോ അങ്ങനെ ഞാൻ മലയാളം പഠിച്ചു. പിന്നെ തമിഴ്നാട്ടിൽ നമുക്ക് ചില സ്നാക്ക് ഐറ്റംസ് കിട്ടൂല, പക്ഷെ നമുക്ക് കേരളത്തിൽ വരുമ്പോൾ, അവിടെ ഈ ട്രെയിനിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ചില ഭക്ഷണമൊക്കെ കിട്ടും. അതില് ഒന്നാമത്തെ കാറ്റഗറി എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയുമ്പോൾ വളരെ ഇഷ്ടമാണ് ഈ പഴംപൊരി. നമുക്ക് ഈ കോയമ്പത്തൂര്, പാലക്കാട് എത്തിയതിനു ശേഷം അവിടെ ഒരു തമിഴ്നാട് ബോർഡർ റീച്ചായി, പിന്നെ കേരളത്തിന്റെ ബോർഡർ തൊട്ട് എത്തുമ്പോഴേ അവർ പറയും ഉഴുന്നുവട, പരിപ്പുവട, പഴംപൊരി, അങ്ങനെ പറയും. എനിക്ക് ഞാൻ മിണ്ടാതിരിക്കും. പക്ഷെ അവരൊക്കെ 10 തരം അങ്ങനെ പറയുമ്പോൾ, 10 തരം പറയുമ്പോൾ എനിക്ക് എന്താ തോന്നും, ഓക്കെ നമുക്കൊരു പഴംപൊരി കഴിക്കാലോ, അങ്ങനെ പെട്ടെന്ന് വാങ്ങിച്ചു കഴിക്കും. പക്ഷേ ചില ആൾക്കാര് ദിവസം അഞ്ച് അഞ്ച് മണി 5 മണി അങ്ങനെ ആകുമ്പോൾ എല്ലാവരും ഉഴുന്നുവട, പരിപ്പുവട അങ്ങനെയൊക്കെ കഴിക്കാറുണ്ട്. ഇതുപോലെ നമുക്ക് ദിവസം മോശ ഭക്ഷണങ്ങൾക്ക് കഴിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഒരു മന്ത്ലി സോ മന്ത്ലി വൺസ് അതുപോലെ നിങ്ങൾക്ക് കഴിക്കാം. അല്ലെങ്കിൽ
ഒരാഴ്ചയില് ഒരു സമയം നിങ്ങൾക്ക് കഴിക്കാം. പക്ഷെ ദിവസം കഴിക്കാൻ സാധ്യമല്ല. ദിവസം കഴിച്ചാൽ പെട്ടെന്ന് നിങ്ങൾക്ക് മുഖക്കുരു അല്ലെങ്കിൽ മുഖക്കുരുവിന്റെ പാടൊക്കെ കിട്ടുന്നത് പെട്ടെന്ന് കിട്ടും. സോ മോശ ഭക്ഷണങ്ങളൊക്കെ കഴിക്കരുത്. പിന്നെ എണ്ണമയമായിട്ടുള്ള ഭക്ഷണം കഴിക്കരുത്. അതൊന്നും എന്തോന്ന് പറഞ്ഞാ കൂടുതൽ ഫ്രൈഡ് ഐറ്റംസ് ഉണ്ടല്ലോ, ഈ ബ്രെഡ്സ്, ഫ്രഞ്ച് ഫ്രൈസ്, ഡോണറ്റ്സ്, അതുപോലെ കൂടുതൽ ഓയിലി ഐറ്റം ഫുഡൊക്കെ കഴിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യണം. പിന്നെ ഹൈ ലെവൽസ് ഓഫ് ഷുഗർ ഇൻടേക്ക് എന്ന് പറയുമ്പോൾ ഉയർന്ന അളവിൽ നമ്മൾ പഞ്ചസാര കഴിക്കുന്നത്. സോ ചോക്ലേറ്റ് മൂസ്, ചോക്ലേറ്റ് കേക്ക്സ്, ബ്രൗണീസ്, ഇതുപോലെ അല്ലെങ്കിൽ ഐസ്ക്രീം ഒക്കെ കഴിക്കുന്നത്, ഇതുപോലെ കൂടുതൽ പഞ്ചസാര ഉള്ള സ്വീറ്റ്സ് ഒക്കെ കഴിക്കുന്നത് പെട്ടെന്ന് നിങ്ങളുടെ ചർമ്മത്തിൽ ഒരുപാട് പിമ്പിൾസ് വരാൻ സാധ്യമുണ്ട്. മുഖക്കുരു എന്ന് പറയുമ്പോൾ മുഖക്കുരുവിൽ നമുക്ക് വളരെ കാറ്റഗറി ഉണ്ട്. പക്ഷേ ഏറ്റവും പെട്ടെന്ന് കിട്ടുന്ന കാറ്റഗറി കുറച്ച് വലിയ മുഖക്കുരു പൊട്ടിച്ചാലേ നമുക്ക് രക്തം കാണാം. പിന്നെ ചില മുഖക്കുരുവിൽ നമുക്ക് പൊട്ടിച്ചാൽ ഒരുപാട് വൈറ്റ് പസ് പോലെ കാണാം. ഇതിനെ നമ്മൾ ആക്നെ എന്ന് പറയും. സോ കൂടുതൽ പഞ്ചസാര ഉള്ള ഫുഡ്സ് ഒക്കെ കഴിക്കുന്നത് പെട്ടെന്ന് നിങ്ങൾക്ക് പിമ്പിൾസും അതുപോലെ വരാൻ സാധ്യമുണ്ട്. അടുത്ത കാറ്റഗറി ഡേർട്ടി മൊബൈൽ ഫോൺസ്, വൃത്തികെട്ട മൊബൈൽ ഫോൺസ്. നിങ്ങളുടെ കയ്യിൽ ഫോൺസ് ഉണ്ടെങ്കിൽ എല്ലാവരും അതിൽ ഒരു ഫോൺ കേസ് ഇട്ടിട്ടുണ്ടല്ലോ, അതിനെ നിങ്ങൾക്ക് റിമൂവ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം ഫോൺസിൽ എത്ര ഡേർട്സ് ഒക്കെ ഉണ്ടെന്ന്. ആ ഫോണിന്റെ ബാക്ക് കവറിൽ ഒരുപാട് അഴുക്കും പൊടിയും ഒക്കെ ഉണ്ട്. പക്ഷേ എല്ലാവരും എവിടെ പോയാലും മൊബൈൽ ഫോൺസ് കയ്യിലുണ്ട്. നമുക്കൊരു കിച്ചണിൽ പോയാൽ മൊബൈൽ ഫോൺ ഉണ്ട്, ഒരു ബെഡ്റൂമിൽ പോയാൽ മൊബൈൽ ഫോൺ ഉണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു CNT LDP. പിന്നെ നമുക്ക് എവിടെ പോയാലും മൊബൈൽ ഫോൺ വളരെ അത്യാവശ്യമാണ്. എന്തോന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെ പോയാലും നമ്പർ കൊടുക്കാനോ അല്ലെങ്കിൽ GPay ചെയ്യാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫോട്ടോസ് എടുക്കാനോ വീഡിയോസ് എടുക്കാനോ എവിടെ പോയാലും എമർജൻസി ആയിട്ട് കോൾ ചെയ്യാനോ ഉള്ള ഒരു സംഭവമാണ് ഈ മൊബൈൽ ഫോൺ. പക്ഷേ അതിന്റെ അഴുക്കും പാടുകളും ഒരു വൃത്തികെട്ട ഒരു പ്രോഡക്റ്റ് ആണ് ഈ മൊബൈൽ ഫോൺസ്. നമ്മൾ ആരും കണ്ടിട്ടില്ല. നിങ്ങളുടെ അടുത്ത് ഒരു ടിഷ്യൂ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അതെടുത്ത് നിങ്ങളുടെ ഫോണിൽ നിന്ന് ഒരുപാട് തുടച്ചു നോക്കാം. എങ്കിൽ നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ ഫോണ് എത്ര ഒരു ഡേർട്ടി ഫോൺ എന്ന് അറിയാം. സോ എല്ലാവരുടെ മൊബൈൽ ഫോൺസ് അതുപോലെ തന്നെ. നിങ്ങൾക്കൊരു ഉദാഹരണം പറയാം. നമ്മളുടെ വീട്ടിലുള്ള ഒരു സ്കൂട്ടിയോ അല്ലെങ്കിൽ ബൈക്ക്, അതൊക്കെ നമ്മുടെ വീട്ടിലുണ്ട്. അതിനെ നമ്മൾ ഒരുപാട് വാഷിംഗ് ചെയ്തു, ക്ലിയർ സർവീസിന് കൊടുത്തു. അവർ വാട്ടർ വാഷിംഗ് ഒക്കെ ചെയ്തു, വെള്ളമൊക്കെ ഒഴിച്ചു, അടിപൊളിയായിട്ട് നമ്മുടെ സ്കൂട്ടിയും ബൈക്കും ഒക്കെ അവർ മാറ്റി കൊടുത്തു. പിന്നെ അതിനെ നമ്മൾ ഒരു ഹൈവേയിലോ അല്ലെങ്കിൽ ഒരു ട്രാഫിക്കുള്ള റോട്ടിലോ കൊണ്ടുപോയാൽ റോട്ടിലുള്ള അത്ര പൊടിയും അഴുക്കും എല്ലാം ലൈക്ക് ഡേർട്ടും അതിൽ തന്നെ ആയിരിക്കും. എന്തോന്ന് പറഞ്ഞാൽ ഈ ബൈക്കിലും സ്കൂട്ടിയിലും നിൽക്കും. അതുപോലെ തന്നെ നമ്മുടെ ഫോൺസ്, നമ്മൾ എവിടെ പോയാലും അത്യാവശ്യം നമുക്ക് ഫോൺസ് ഇമ്പോർട്ടന്റ്. പക്ഷേ ഈ ഫോൺസ് നമ്മൾ കാതിൽ വെച്ച് സംസാരിക്കുമ്പോഴേ സ്കിന്നിന്റെ മേലെ നമ്മുടെ തൊലി ഉണ്ടല്ലോ, ചർമ്മത്തിലെ ആ കവളുടെ കൂടി പിടിച്ച് നിങ്ങൾ ഫോണൊക്കെ സംസാരിക്കുമ്പോഴേ പെട്ടെന്ന് നിങ്ങൾക്ക് മുഖക്കുരു കിട്ടും. അല്ല മാഡം, പിന്നെ എങ്ങനെ മൊബൈൽ ഫോൺസ് യൂസ് ചെയ്യാം? മൊബൈൽ ഫോൺസ് നിങ്ങൾ കാതിൽ വെക്കുമ്പോൾ ഒരുപാട് ഒരു 90 ഡിഗ്രി ആംഗിള് കവളില് തൊടാതെ കുറച്ച് മാറ്റി അങ്ങനെ വെച്ച് നിങ്ങൾക്ക് സംസാരിക്കാം. അങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ചർമ്മത്തില് മുഖക്കുരു കിട്ടത്തില്ല. എന്തെന്ന് പറഞ്ഞാൽ അതില് ഒരുപാട് അഴുക്കുണ്ട്. അതൊക്കെ നിങ്ങളുടെ ചർമ്മത്തില് ഒട്ടിപ്പിടിച്ച് നിങ്ങൾ ഹലോ അമ്മ എങ്ങനെയുണ്ട്, അച്ഛൻ എങ്ങനെയുണ്ട്, സുഖം തന്നെ, അങ്ങനെ കവളില് ഒട്ടിപ്പിടിച്ച് സംസാരിക്കുമ്പോൾ അവിടത്തെ നിങ്ങളുടെ ചർമ്മത്തിലുള്ള അഴുക്കും പൊടിയും പിന്നെ ആ ഫോണിലുള്ള വൃത്തികെട്ട അഴുക്കും പൊടിയും പെട്ടെന്ന് നമ്മുടെ ചർമ്മത്തിൽ കയറുമ്പോൾ കൂടുതൽ ഫംഗൽ ഇൻഫെക്ഷൻ വരാൻ സാധ്യമുണ്ട്. സോ പെട്ടെന്ന് നിങ്ങൾക്ക് മുഖക്കുരു കിട്ടും. പിന്നെ ഡാൻഡ്രഫ് കോസിങ് ആക്നെ. സോ നമ്മുടെ തലയില് താരൻ ഉണ്ട് എങ്കിൽ എല്ലാവർക്കും പെട്ടെന്ന് മുഖക്കുരു കിട്ടും. താരൻ കിട്ടുന്ന എങ്ങനെ കിട്ടുന്നത്? താരൻ ഒരുപാട് നിങ്ങളുടെ ബോഡി ഹീറ്റായ ബോഡി എങ്കിൽ പെട്ടെന്ന് താരൻ കിട്ടും. അല്ലെങ്കിൽ തല പ്രോപ്പർ ആയിട്ട് കഴുകിയിട്ടില്ല, ദിവസം നമ്മൾ കുളിക്കുമ്പോഴേ പ്രോപ്പർ ആയിട്ട് നിങ്ങൾ വെള്ളം ഒഴിച്ച് കുളിച്ചിട്ടില്ല എങ്കിൽ പെട്ടെന്ന് താരൻ കിട്ടും. അതുപോലെ തന്നെ തലയിൽ എണ്ണ ഒഴിച്ച് നിങ്ങൾ മസാജ് ഒക്കെ കൊടുത്തു, പക്ഷെ ഷാംപൂ ഇട്ടിട്ടില്ല എങ്കിലും നിങ്ങൾക്ക് താരൻ കിട്ടും.
പണ്ട് നമ്മുടെ നാട്ടില് പൊല്യൂഷൻ ഇല്ല. ഒരു ഇടത്തിലിരുന്ന് ഇന്നൊരിടത്തേക്ക് അവര് ചെല്ലുമ്പോഴേ എങ്ങനെ ചെല്ലും? അവര് നടന്നു ചെല്ലുന്നത്. ഒരുപാട് ബുള്ളറ്റ് കാർട്സിൽ ചെല്ലുന്നത് ഇതുപോലെ തന്നെ ഉണ്ട്. പക്ഷെ പണ്ട് ബസ്സോ ട്രെയിനോ അതുപോലെ ഒരു ട്രാൻസ്പോർട്ടും ഇല്ല. പക്ഷേ ഇപ്പോഴും കൂടുതൽ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. സോ കൂടുതൽ പൊല്യൂഷൻ, അഴുക്കും പൊടികളും നമ്മുടെ തലയിൽ കയറുമ്പോഴേ പെട്ടെന്ന് ഡാൻഡ്രഫ്, ഡാൻഡ്രഫ് എന്ന് പറയുമ്പോൾ താരൻ പെട്ടെന്ന് കിട്ടും. അതുപോലെ തന്നെ കൊച്ചു പിള്ളേർ എന്ന് പറയുമ്പോഴേ സ്കൂളിൽ നിന്ന് പോകുന്ന സ്കൂളിൽ നിന്ന് പോകുന്ന കൊച്ചു പിള്ളേരൊക്കെ ഉണ്ടല്ലോ. 11th സ്റ്റാൻഡേർഡ്, 12th സ്റ്റാൻഡേർഡ്, അല്ലെങ്കിൽ 5th സ്റ്റാൻഡേർഡ്, 6ാം ക്ലാസ്, 7ാം ക്ലാസ്, എത്രാം ക്ലാസ്, നോ പ്രോബ്ലം. പക്ഷെ കൊച്ചു പിള്ളേരൊക്കെ ഉണ്ടല്ലോ, ഇവരൊക്കെ സ്കൂളിൽ പോകുമ്പോഴ് ഒരുപാട് സ്റ്റഡീസ് ഒക്കെ ചെയ്യുന്നത്, കൂടുതൽ സ്ട്രെസ് ഒക്കെ ഉണ്ട് മാഡം. കൊച്ചു പിള്ളേരൊക്കെ കൂടുതൽ ഒരേ സ്ഥലത്തിൽ തന്നെ പിള്ളേർ ഇരുന്ന് പഠിക്കുന്നത്. അപ്പോഴ് ബോഡി ഹീറ്റ് കൂടും. സോ ദേഹത്തിൽ ഹീറ്റ്, ചൂട് കൂടുമ്പോൾ പെട്ടെന്ന് താരൻ കിട്ടും. താരൻ കിട്ടിയാൽ ഈ താരൻ നമ്മുടെ നെറ്റി, അങ്ങനെ കവള് ഇതുപോലെ തന്നെ ഇച്ചിരി ഇച്ചിരി ആയിട്ട് വരാൻ സാധ്യമുണ്ട്. അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് മുഖക്കുരു കിട്ടും. ഓക്കെ, സോ അടുത്ത കാറ്റഗറി രാത്രി ഉറക്കക്കുറവ് മാഡം. ഉറങ്ങുന്നില്ല, രാത്രി പ്രോപ്പർ ആയിട്ടേ ഉറങ്ങുന്നില്ല, പക്ഷേ ക്ഷീണമായിട്ട് ഉണ്ട് മാഡം. ഉറക്കം വരുന്നില്ല. എന്തോന്ന് പറഞ്ഞാ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ചോറൊക്കെ കഴിക്കുന്നില്ല. പ്രോപ്പർ ചോറ് കഴിച്ചിട്ട് പിന്നെ 5 മണിക്ക് എണീറ്റ, നിങ്ങൾ 5 മണി അല്ലെങ്കിൽ 4 മണിക്ക് എണീറ്റാലേ പെട്ടെന്ന് 10 മണി അല്ലെങ്കിൽ 9 മണി ആകുമ്പോഴേ നമുക്ക് ഉറക്കം കിട്ടും. ഉറക്കം കിട്ടും, അങ്ങനെ ഉറക്കം വരുന്നത് പോലെ നിങ്ങൾക്ക് ഫീലിംഗ് ഇരിക്കും. നിങ്ങൾ എഴിക്കുന്നത് 7 മണി 8 മണി അങ്ങനെ. ഇത് ഞാൻ പറയുന്നത് ഹൗസ് വൈഫ്സിനില്ല, ജോലിക്ക് ചെല്ലുന്ന ആണുങ്ങൾക്കില്ല. പക്ഷേ വീട്ടിലുള്ള കൊച്ചുകൾക്കാണ് ഞാൻ ഇത് പ്രത്യേകം പറയുന്നത്. ഈ കൊച്ചു പിള്ളേർ തന്നെ രാത്രി മുഴുവൻ ഫോണൊക്കെ നോണ്ടി നോണ്ടി ഇരുന്നിട്ട് അതിന്റെ ശേഷം ഒരു ഒരു 1 മണി 2 മണി കഴിഞ്ഞതിന് ശേഷം ഉറങ്ങുന്നത്, ഇങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് പിമ്പിൾസ് കിട്ടും. വളരെ സാധ്യമുണ്ട് മുഖക്കുരു കിട്ടാൻ. സോ പ്രോപ്പർ ആയിട്ട് നിങ്ങൾ ഉറങ്ങുമ്പോൾ അതൊക്കെ വരൂല. പിന്നെ എങ്ങനെ നമുക്ക് നിർത്താം? ഇത്ര പ്രശ്നം നമ്മൾ കണ്ട്, ഇതുപോലെ പ്രശ്നം നിങ്ങൾ നോക്കിയിട്ടുണ്ട് എങ്കിൽ ഇല്ല മാഡം, എങ്ങനെ കിട്ടിയെന്ന് അറിയത്തില്ലെങ്കിൽ ഇതാണ് പോസിബിൾ റീസൺസിന് പറയാം. സോ എങ്ങനെ നമുക്ക് ഒരു മുഖക്കുരു കിട്ടിയ ആളിന് എങ്ങനെ നിർത്താൻ നമുക്ക് ഒരു ഐഡിയ കൊടുക്കാം. സ്കിൻ ഫോർമുല 9ന്റെ ബ്ലെമിഷ് ജെൽ ഉണ്ട്. സോ ഈ ബ്ലെമിഷ് ജെൽ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം? ഒന്നാമത്തെ കാറ്റഗറി മുഖം കഴുകുക. സോ മുഖം കഴുകാൻ നിങ്ങൾ ക്ലെൻസിങ് ഓയിൽ അല്ലെങ്കിൽ അഷ്യൂരിന്റെ ക്ലാരിഫൈങ് ഫേസ് വാഷ്, നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ട ക്രീമോ അത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ അഷ്യൂരിന്റെ വൈറ്റമിൻ സി ഫേഷ്യൽ ഫോം ഉണ്ടല്ലോ, അതുകൂടി നിങ്ങൾക്ക് ഒരു ഹാൻഡ് സാനിറ്റൈസർ എടുക്കുന്നത് പോലെ ഒരു പമ്പ് എടുത്ത് ഒരു മസാജ് കൊടുത്ത് വെള്ളം ഒഴിച്ച് നമുക്ക് കഴുകാം. പിന്നെ ടവലിനെ കൊണ്ട് ഒപ്പിയെടുക്കാം. ഇതാണ് ഏറ്റവും ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പിന് പറയുമ്പോൾ ഈ SF9ന്റെ ബ്ലെമിഷ് ജെൽ ഉണ്ടല്ലോ, ഈ ബ്ലെമിഷ് ജെല്ലിനെ നിങ്ങളുടെ ചർമ്മത്തില് എവിടെ കുരുവൊക്കെ ഉണ്ടോ ആ സ്ഥലത്ത് മാത്രം നമുക്ക് ഒരുപാട് ടാർഗറ്റ് ചെയ്ത് വെക്കാം. എന്തോന്ന് പറഞ്ഞാൽ, അല്ല മാഡം ഫേസ് മുഴുവൻ ഒരു 150 കണക്കിന് മുഖക്കുരു ഉണ്ടെങ്കിൽ ഫേസ് മുഴുവൻ അപ്ലൈ ചെയ്യാം. പക്ഷേ നമ്മുടെ കണ്ണിന്റെ പുറത്തൊക്കെ പിമ്പിൾസ് കിട്ടൂല, അല്ലെങ്കിൽ നമ്മുടെ മൂക്കിന്റെ സൈഡിൽ കിട്ടൂല, ചുണ്ടിന്റെ സൈഡിൽ കിട്ടൂല. അതുപോലെ നിങ്ങൾക്ക് എവിടെ പിമ്പിൾസ്, മുഖക്കുരു ഇല്ലയോ ആ സ്ഥലത്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ട. പക്ഷെ എവിടെ മുഖക്കുരു ഉണ്ടോ അവിടെ മാത്രം അപ്ലൈ ചെയ്താൽ മതി. എന്തോന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് റിസൾട്ട് കാണാം ഒരു വീക്കില്. ഈ ബ്ലെമിഷ് ജെൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 30 സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ട് അതിന്റെ ശേഷം ഈ ഇന്റൻസ് ഹൈഡ്രേഷൻ ക്രീം നമുക്ക് അപ്ലൈ ചെയ്യാം. ഇന്റൻസ് ഹൈഡ്രേഷൻ ക്രീം அப்படின்னு പറയുമ്പോൾ ഒരു പച്ച പട്ടാണിയുടെ അളവ് നമുക്ക് ഇച്ചിരി എടുത്ത് ഫേസ് മുഴുവൻ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്തിട്ട് ഫൈനൽ സ്റ്റെപ്പിന് പറയുമ്പോൾ നമ്മുടെ സൺസ്ക്രീൻ നമുക്ക് 2 പമ്പ് കയ്യിലെടുക്കാം. 2 പമ്പിന് പറയുമ്പോൾ ഈ 2 ഫിംഗർ റൂളിന് നമ്മൾ പറയും. പക്ഷെ ചില ആൾക്കാരിന് ഡൗട്ട് ഉണ്ട്, മാഡം 2 ഫിംഗർ റൂൾ അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഒരുപാട് സൺസ്ക്രീൻ കിട്ടി, അത് വേസ്റ്റ് ആകാൻ സാധ്യതയുണ്ടല്ലോ. അല്ല, നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ കഴുത്ത്,
മുഖത്തിൽ അപ്ലൈ ചെയ്യാം, കഴുത്തിൽ അപ്ലൈ ചെയ്യാം, കഴുത്തിന്റെ പുറത്ത് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ സൺസ്ക്രീൻ കൂടി പോയാൽ കയ്യിൽ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ കാലിൽ കൂടി അപ്ലൈ ചെയ്യാം. നോ പ്രോബ്ലം. നമുക്ക് ഏത് സ്കിൻ കെയർ ചെയ്താലും വളരെ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞ സൺസ്ക്രീൻ ആണ്. പക്ഷേ SPF 50 നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 99% ഒരുപാട് സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ കിട്ടും. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ കാലത്ത് നിങ്ങൾ യൂസ് ചെയ്യാറുണ്ട് എങ്കിൽ ഈ ക്ലെൻസിങ് ഓയിൽ, ബ്ലെമിഷ് ജെൽ, ഇന്റൻസ് ഹൈഡ്രേഷൻ, സൺസ്ക്രീൻ, ഇതാണ് 1, 2, 3 and 4. പക്ഷെ ചില ആൾക്കാരെന്ന് പറയുമ്പോൾ കേരളത്തിലില്ല, ഇവിടെ മനസ്സിലായില്ല. ആരാ പറഞ്ഞ? ഒന്നുകൂടി പറയുമോ? ഓക്കെ ഓക്കെ, സാറ് പറഞ്ഞ് മനസ്സിലായില്ലെന്ന്. ഓക്കെ, ഞാൻ പറയാം. ഓക്കെ, സോ നിങ്ങളുടെ ചർമ്മത്തില് ഒരുപാട് മുഖക്കുരു ഉണ്ട് എങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാൻ, അത് നിർത്താൻ വേണ്ടിയുള്ള പ്രോഡക്റ്റ് തന്നെ ഈ SF9ന്റെ ബ്ലെമിഷ് ജെൽ. ഈ ബ്ലെമിഷ് ജെൽ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് ഞാൻ പറയാം. സോ ഒന്നാമത്തെ കാറ്റഗറി ഈ SF9ന്റെ ക്ലെൻസിങ് ഓയിൽ. ക്ലെൻസിങ് ഓയിൽ എന്ന് പറയുമ്പോൾ ഫേസ് വാഷ് പോലെ ഉപയോഗിക്കാം, നോ പ്രോബ്ലം. നമുക്ക് അഷ്യൂർ കാറ്റഗറിയിൽ 2 ഫേസ് വാഷ് ഉണ്ട്. അതാണ് വിറ്റമിൻ സി ഫേഷ്യൽ ഫോം ഉണ്ട്, പിന്നെ അഷ്യൂരിന്റെ ക്ലാരിഫയിങ് ഫേസ് വാഷ് ഉണ്ട്. നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും ഇഷ്ടമോ ആ കാറ്റഗറിയിലുള്ള ഫേസ് വാഷ് യൂസ് ചെയ്യാം, നോ പ്രോബ്ലം. ആദ്യം മുഖം കഴുകിയിട്ട് അതിന്റെ ശേഷം തന്നെ നമുക്ക് ഈ ബ്ലെമിഷ് ജെൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ ബ്ലെമിഷ് ജെൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ചർമ്മത്തിൽ എവിടെ മുഖക്കുരു ഉണ്ടോ അവിടെ മാത്രം അപ്ലൈ ചെയ്താൽ മതി. പിന്നെ മുഖം മുഴുവൻ മുഖക്കുരു ഉണ്ട് മാഡം, ഒരു 100, 150 മുഖക്കുരു ഉണ്ട്, അത്ര മുഖക്കുരു ഉണ്ടെങ്കിൽ ഫേസ് മുഴുവൻ അപ്ലൈ ചെയ്യാം. പിന്നെ കണ്ണിന്റെ പുറത്ത് അപ്ലൈ ചെയ്യണ്ട. പിന്നെ ഫസ്റ്റ് കാറ്റഗറി മുഖം കഴുകാം, രണ്ടാമത്തെ കാറ്റഗറി ബ്ലെമിഷ് ജെൽ അപ്ലൈ ചെയ്യാം, മൂന്നാമത്തെ കാറ്റഗറി ഈ മോയ്സ്ചറൈസർ SF9ന്റെ ഇന്റൻസ് ഹൈഡ്രേഷൻ ക്രീം എന്ന് നമ്മൾ പറയും. പക്ഷെ ഒരു പച്ച പട്ടാണിയുടെ അളവ് മാത്രം അപ്ലൈ ചെയ്താൽ മതി. ഒരു 30 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു 2 പമ്പിന്റെ അളവ് ഈ സൺസ്ക്രീൻ ഉപയോഗിക്കാം. സോ ഈ SPF 50 ഉള്ള സൺസ്ക്രീൻ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ UVA റേസ് ആൻഡ് UVB റേസ് ഇതൊക്കെ നമ്മുടെ ചർമ്മത്തിനെ ഒരുപാട് ഏജിങ് ആക്കാനും ഒരുപാട് ഫേസിനെ ലൈക്ക് ബേണിംഗ് സെൻസേഷൻ കിട്ടാനും സാധ്യമുണ്ട്. സോ അതിന് ക്ലിയർ ചെയ്യാൻ വേണ്ടി, അതൊക്കെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയുള്ള പ്രോഡക്റ്റ് തന്നെ SPF 50. സോ എല്ലാവരും അപ്ലൈ ചെയ്യാം, നോ പ്രോബ്ലം. സോ കാലത്ത് നിങ്ങൾ യൂസ് ചെയ്യാറുണ്ടെങ്കിൽ ഈ 4 സ്റ്റെപ്സ് നിങ്ങൾക്ക് പറയാം: ക്ലെൻസിങ്, ബ്ലെമിഷ്, ഇന്റൻസ് ഹൈഡ്രേഷൻ, സൺസ്ക്രീൻ. രാത്രി പറയുമ്പോൾ കാലത്ത് ഉപയോഗിക്കുന്നത് പോലെ തന്നെ രാത്രിയും നമുക്ക് സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്നത്. സോ അതിൽ ഒന്നാമത്തെ കാറ്റഗറി മുഖം കഴുകാം, രണ്ടാമത്തെ കാറ്റഗറി ബ്ലെമിഷ് ജെൽ അപ്ലൈ ചെയ്യാം, മൂന്നാമത്തെ കാറ്റഗറി ഈ ഇന്റൻസ് ഹൈഡ്രേഷൻ അപ്ലൈ ചെയ്യാം. പിന്നെ നമ്മൾ ഇതുവരെ മുഖക്കുരു പാടുകൾ, ചത്ത മുഖക്കുരു, അതിനെ കുറിച്ച് നമ്മൾ കണ്ടു. അതെന്ന് പറയുമ്പോൾ പിമ്പിൾസ്, ആക്നെ, ഡെഡ് മാർക്സ്, ഡെഡ് സ്പോട്ട്സ്, അതിനെ കുറിച്ച് നമ്മൾ കണ്ടു. രണ്ടാമത്തെ കാറ്റഗറിയാണ് ചില ആൾക്കാരിനുണ്ട്, പക്ഷെ ഇവരൊക്കെ ഈ പ്രശ്നമൊക്കെ കിട്ടുന്നത് അവർ പറയുന്നേ അല്ല. അൺഈവൻ സ്കിൻ ടോൺ എന്ന് പറയുമ്പോഴേ നിങ്ങളുടെ കൈ കറുത്തുണ്ട്, പക്ഷേ കൈയിന്റെ പുറത്ത് അഗൈൻ നമ്മൾ ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുന്ന സ്ഥലത്ത് നോക്കുമ്പോൾ ഒരുപാട് വെളുത്തിരിക്കും. അതുപോലെ തന്നെ മുഖം ഒരുപാട് കറുത്തിരിക്കും, പക്ഷെ കഴുത്തിന്റെ താഴെ നമുക്ക് വെളുത്തിരിക്കും. ഹൈപ്പർ പിഗ്മെന്റേഷൻ എന്ന് പറയുമ്പോൾ കരിമങ്കാണ്. സോ കരിമങ്ക് എങ്ങനെ നമുക്ക് കിട്ടാറുണ്ട്? സോ കരിമങ്ക് കിട്ടിയാല് അതിനെ നമുക്ക് എങ്ങനെ ഒരു വൃത്തിയായിട്ട്, ഒരു തിളക്കായിട്ട് നിങ്ങൾക്ക് ഒരുപാട് നിങ്ങൾക്ക് ചർമ്മം വേണമെങ്കിൽ അത് എങ്ങനെ നമുക്ക് കണ്ടെടുക്കാം, അത് നമുക്ക് കാണാം. സോ ഒന്നാമത്തെ കാറ്റഗറി കൂടുതൽ നേരം നമ്മൾ വെയിലില് ജോലിയൊക്കെ ചെയ്യുന്നത്. വെയിലില് ജോലി എന്ന് പറയുമ്പോൾ കാലത്തെ 11 AM, കാലത്ത് 11 മണി തൊട്ട് ഒരു 3 മണി വരെ നമ്മൾ വെയില് പോകാൻ സാധ്യതയില്ല. അപ്പോഴും നിങ്ങൾ വെയിലിൽ പോകാൻ ജോലി ഉണ്ട് മാഡം, എനിക്ക് ഫീൽഡ് മീറ്റിംഗ് ഒക്കെ ഉണ്ട്, ഫീൽഡ് വർക്കാണ്, ഞാൻ ഡ്രൈവറാണ്, അല്ലെങ്കിൽ എന്റെ വർക്ക് പെട്രോൾ ബങ്കില, അല്ലെങ്കിൽ ഞാൻ ട്രാഫിക് പോലീസാ, അല്ലെങ്കിൽ എന്റെ ജോലി വെയിലില് തന്നെ, ഞാൻ ഒരു കൃഷിയാ, ഇതുപോലെ ഉള്ള ആൾക്കാർ ദിവസം സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം. പിന്നെ 2 മണിക്കൂർക്ക് ഒരുക്ക നിങ്ങളെ മുഖം കഴുകിയിട്ട് അപ്ലൈ ചെയ്യുന്നത് ആണ് ബെറ്റർ. പക്ഷേ 11 to 3 ഈ സമയത്ത് വെയിലിൽ പോകരുത്. അപ്പോഴും നിങ്ങൾ പോയാലോ പെട്ടെന്ന് നിങ്ങളുടെ ചർമ്മം ഡാർക്ക് ആകാൻ, ഒരുപാട് കറുത്തു പോകാൻ സാധ്യമുണ്ട്. പിന്നെ എക്സ്പോസ്ഡ് ടു ഹീറ്റ് ഓഫൻ അങ്ങനെ പറയുമ്പോൾ കൂടുതൽ നേരം നിങ്ങൾ ചൂടിൽ ജോലി ചെയ്യുന്നത്, ചെങ്കൽ ചൂളയിൽ ജോലി, അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാർ മാഡം കാലത്ത് എനിക്ക് ദോശ, പുട്ട്, കടലക്കറി, ഇതുപോലെ തന്നെ
ഉച്ചയ്ക്ക് ചോറ്, അവിയൽ, സാമ്പാർ, രസം, എനിക്ക് ഇതൊക്കെ തോരനൊക്കെ വേണം മാഡം. രാത്രി എനിക്ക് ചപ്പാത്തിയും മുട്ടക്കറിയും വേണം മാഡം. അല്ലെങ്കിൽ കാലത്ത് നമ്മൾ ചോറ് വെച്ചിട്ട് ആ ചോറിനെ കാലത്തെയും ഉച്ചയ്ക്ക് രാത്രിക്കും നമ്മൾ കഴിക്കുവോ? നമ്മൾ കഴിക്കൂല. സോ കാലത്ത് നമുക്ക് ദോശ, ഉച്ചയ്ക്ക് നമുക്ക് ചോറ്, രാത്രിക്ക് നമുക്ക് ചപ്പാത്തി. ഇതുപോലെ നിങ്ങൾ ഡിഫറെന്റ് വെറൈറ്റി ആയിട്ട് കഴിക്കുന്ന ആൾക്കാരെങ്കിൽ അതിന് ഈ ഭക്ഷണമൊക്കെ ചെയ്യുന്ന ആൾക്കാരിന്റെ ആ, സമയം, എത്ര സമയം അവര് ഹീറ്റിൽ നിൽക്കുന്നത്, എത്ര ചൂട് ആ കിച്ചണിൽ കിട്ടുന്നത്. അപ്പോഴ് വൈകുന്നേരം ആകുമ്പോൾ നമുക്ക്, ഞാൻ പറഞ്ഞതുപോലെ തന്നെ പഴംപൊരിയൊക്കെ കഴിക്കുന്നത്, ഉഴുന്നുവട, പരിപ്പ് വട, സമോസ ഒക്കെ കഴിക്കുന്നത്, ഇതുപോലെ നിങ്ങൾക്ക് ദിവസം വെറൈറ്റി വെറൈറ്റി ആയിട്ട് കഴിക്കുമ്പോൾ അത് ആ ഭക്ഷണം ചെയ്യുന്ന ആൾക്കാർ പാവമല്ലേ. സോ ചൂടിൽ നിൽക്കുന്ന ആൾക്കാരന് പെട്ടെന്ന് കരിമങ്ക് കിട്ടും. സോ കിട്ടുന്ന സാധ്യമുണ്ട്. പിന്നെ മൂന്നാമത്തെ കാറ്റഗറി, ഒരുപാട് പൊല്യൂഷൻ. പൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇവിടെ ചെന്നൈയിൽ ഒരു ലീഡർ ഉണ്ട്. ഇയാള് എപ്പോഴ് നമ്മള് ചെന്നൈയില് മീറ്റിംഗ് ഇട്ടാലോ, CNT, LDP, ഏത് സ്കിൻ കെയർ മീറ്റിംഗ്, അഗ്രി, ഏത് ഇട്ടാലും ഇയാള് വരും. പക്ഷെ ഇയാള് വരുന്നത് ഒരു കാറിൽ തന്നെ വരും. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, സാർ നിങ്ങള് കാറിലാണ് വരുന്നത്. സോ പുറത്തുള്ള അഴുക്കും പൊടിയും തന്നെ നിങ്ങൾക്ക് ഫിൽട്ടർ ആಗಿ ഈ എ സി കാറ്റിൽ കിട്ടുന്നത്. സോ നിങ്ങളുടെ ചർമ്മത്തിൽ ഒരുപാട് അഴുക്കും പൊടിയും ഉണ്ട് സാറേ. സോ അങ്ങനെ അഴുക്കും പൊടിയും ഉള്ള ചർമ്മത്തിൽ പെട്ടെന്ന് സ്കിൻ കെയർ ചെയ്യരുത്, മുഖം കഴുകിയിട്ട് തന്നെ ചെയ്യണമെന്ന് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അയാൾ ഒരിക്കലും എന്റെ ഞാൻ പറയുന്നത് കേൾക്കൂല. എങ്ങനെ എങ്ങനെ ചെയ്യുന്ന അറിയാമോ? ഇയാള് മുഖം കഴുകൂല, കാറില് നമ്മുടെ ബ്രാഞ്ച് ഓഫീസിൽ എത്തിയതിനു ശേഷം പെട്ടെന്ന് പ്രൈമർ ഇടും, കോമ്പാക്ട് ഇടും, അങ്ങനെ ഒരു മിസ്റ്റ് ഇട്ടോണ്ട് പോവും. എന്റെ അടുത്ത് എപ്പോഴും പരാതി തന്നെ, മാഡം എന്റെ ഫേസ് ഇച്ചിരി കൂടി ചേഞ്ച് ആയിട്ടില്ല, ഒരു മാറ്റം ഇല്ല മാഡം, പക്ഷെ ഞാൻ ദിവസം സ്കിൻ കെയർ ചെയ്യുന്നുണ്ട്. ഞാൻ ഒരു ചോദ്യം ചോദിച്ചു, സാർ ഇവിടെ എത്തിയതിന് ശേഷം ആദ്യം നിങ്ങൾ മുഖം കഴുകുവോ സാർ? അല്ല മാഡം എനിക്ക് സമയമില്ല. നിങ്ങൾ മുഖം കഴുകാതെ നിങ്ങൾ അതിന്റെ മേലെ ബ്രൈറ്റനിങ് ക്രീമും പ്രൈമറും കോമ്പാക്റ്റും ഒക്കെ ഇടുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് പ്രശ്നം തീരില്ല, പക്ഷെ പുതിയ പ്രശ്നം നിങ്ങൾക്ക് കിട്ടും. സോ അഴുക്കും പാടുകളും നമുക്ക് ട്രാവൽ ഒരുപാട് യാത്ര ചെയ്യുമ്പോൾ, അത് ബസ്സോ അല്ലെങ്കിൽ ട്രെയിനോ അല്ലെങ്കിൽ കാറോ അല്ലെങ്കിൽ ബൈക്കോ ഏത് കൈൻഡ് ഓഫ് യാത്ര ചെയ്താലും നമ്മുടെ ചർമ്മത്തിൽ അഴുക്കും പൊടികളും ഇരിക്കും. സോ മുഖം കഴുകാതെ സ്കിൻ കെയർ ചെയ്യരുത്. അങ്ങനെ നിങ്ങൾ മുഖം കഴുകാതെ സ്കിൻ കെയർ ചെയ്താലോ പെട്ടെന്ന് കരിമങ്ക് കിട്ടും. പിന്നെ പ്രഗ്നൻസിയിൽ നമുക്ക് ഹാർമോണൽ ഇംബാലൻസ് കിട്ടും. ഹാർമോണൽ ഇംബാലൻസിന് പറയുമ്പോൾ ഈ പ്രഗ്നൻസി സമയത്ത് അവര് ടു ബോഡീസ് അങ്ങനെ പറയും. എന്തോന്ന് പറഞ്ഞാൽ ഓവർ ഹീറ്റ് ആകുമ്പോൾ ആ സമയത്ത് അവർക്ക് പെട്ടെന്ന് ഹാപ്പി ആയിട്ടിരിക്കും, ചില സമയം അവര് ടെൻഷൻ ആയിട്ടിരിക്കും. അങ്ങനെ ചില ആൾക്കാർ രാത്രി ഉറങ്ങൂല, ഉറക്കം വരൂല. പിന്നെ ചില ആൾക്കാരിന്റെ ബോഡി ഒരുപാട് ചൂടൊക്കെ കിട്ടുമ്പോൾ അവരുടെ കഴുത്തിൽ കൂടുതൽ പിഗ്മെന്റേഷൻ കിട്ടും. ചില ആൾക്കാർക്ക് ചുണ്ടിന്റെ പുറത്ത്, താഴെ, ഫേസിന്റെ ഈ കവളില് കിട്ടുന്നത്, അതുപോലെ അവരുടെ ഫേസ് ഒരുപാട് കറുക്കുന്നത് കിട്ടും. പിന്നെ അവർക്ക് ആങ്സൈറ്റി എന്ന് പറയുമ്പോൾ ആ കൊച്ചു ജനിച്ച ഞാൻ എന്താ ചെയ്യും, ഞാൻ എങ്ങനെ നോക്കും, തണിച്ച് ഞാൻ എങ്ങനെ ജോലിക്കൊക്കെ പോകും, ഇതുപോലെ അവർക്ക് ആങ്സൈറ്റി ഉണ്ട്. പിന്നെ സ്ട്രെസ്ഡ് ഔട്ടിന് പറയുമ്പോൾ വളരെ ടെൻഷനാണ്, വളരെ ടെൻഷൻ. പിന്നെ ആ സമയത്ത് അവർക്ക് ഒരുപാട് കഴിക്കണമെന്ന് വിചാരിക്കുന്നത്, എനിക്ക് ഇത് കഴിച്ചാലോ കൊള്ളാം, എനിക്ക് പഴംപൊരി വേണം, എനിക്ക് ബനാന ചിപ്സ് വേണം, ഇതുപോലെ അല്ലെങ്കിൽ ഈ കോഴിക്കോട് ഹൽവ ഒക്കെ വേണം. ഇതുപോലെ നമുക്ക് ഒരുപാട് ഭക്ഷണം കഴിക്കുന്നോ, കൂടുതൽ ഭക്ഷണം കഴിക്കുന്നോ വിചാരിക്കുന്നത്. സോ ഇങ്ങനെ നമുക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഹാർമോണൽ ഇംബാലൻസ് കിട്ടും. അങ്ങനെ കിട്ടുമ്പോൾ നമ്മുടെ ചർമ്മത്തിൽ ഒരുപാട് കരിമങ്ക് കിട്ടാൻ സാധ്യമുണ്ട്. പിന്നെ ജെനറ്റിക്സ്. ജെനറ്റിക്സ് എന്ന് പറയുമ്പോൾ ചില ആൾക്കാരുടെ വീട്ടില് നമ്മുടെ അമ്മച്ചിക്ക് നോക്കുമ്പോൾ കരിമങ്ക് ഇരിക്കും, നമ്മുടെ അമ്മയ്ക്ക് നോക്കുമ്പോഴും കരിമങ്ക് ഇരിക്കും. അതുപോലെ തന്നെ നമുക്കും കരിമങ്ക് കിട്ടുന്നത് ജെനറ്റിക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ
ജീനില് എല്ലാവർക്കും കരിമങ്ക് ഉണ്ട് എങ്കിൽ ഈ ജീൻസ് ഒക്കെ നമ്മുടെ ലൈഫിൽ ട്രാൻസ്ഫോം ആകും. പിന്നെ നമുക്കൊരു കൊച്ചുണ്ടെങ്കിലും ഈ കൊച്ചിന് കൂടി പിഗ്മെന്റേഷൻ കിട്ടാൻ സാധ്യമുണ്ട്. സോ അതിലിരുന്ന് നമുക്ക് എസ്കേപ്പ് ആകാൻ വേണ്ടി ഒരു പ്രോഡക്റ്റ് ഉണ്ട്. പക്ഷേ ഈ ജീൻസിൽ നിന്ന് നമുക്ക് എസ്കേപ്പ് ആകാൻ പറ്റൂല. പിന്നെ ഏജിങ്ങിനെ പറയുമ്പോഴ് ചില ആൾക്കാർ ഒരു 20 വയസ്സ് വരെ എല്ലാ ആൾക്കാരും അവരവര് അമ്മയുടെ അച്ഛന്റെ വീട്ടിലുള്ളവരെ എല്ലാവരും രാജാറാണി. പക്ഷേ അവരുടെ ഹസ്ബൻഡ് വീട്ടിൽ അല്ലെങ്കിൽ വൈഫിന്റെ വീട്ടിൽ അങ്ങനെ പോകുമ്പോൾ ആരും അവരുടെ കെയറിങ് ചെയ്യൂല. എല്ലാവരും ഫാമിലിന് വേണ്ടി എല്ലാ സാക്രിഫൈസ്, ജോലി ജോലി മുതൽ കൊണ്ട് എല്ലാം ഏത് ഏത് ചെയ്താലും അവർ പറയും, മാഡം എന്റെ ഫാമിലിന് വേണ്ടി തന്നെ മാഡം ഞാൻ ഇവിടെ ജോലിക്ക് കയറി. ലേഡീസിന് ചോദിച്ചാൽ എന്റെ ഫാമിലിന് വേണ്ടി തന്നെ ഞാൻ ഇവിടെ വന്നത്, പക്ഷേ എനിക്ക് ഇത്ര ഡിഗ്രി ഞാൻ കംപ്ലീറ്റ് ചെയ്തു, എനിക്ക് ഇത്ര ജോലിയൊക്കെ ഉണ്ട്, വലിയ കൂടുതൽ സാലറി ഒക്കെ ഉണ്ട് മാഡം, പക്ഷേ കൊച്ചിന് വേണ്ടി തന്നെ പിള്ളേർക്ക് വേണ്ടി തന്നെ ഇതൊക്കെ നമ്മൾ സാക്രിഫൈസ് ചെയ്തു. സോ കൂടുതൽ നിങ്ങൾ സാക്രിഫൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരുപാട് ഒരു കെയറും ഇല്ല, ചർമ്മത്തിലും കെയർ ഇല്ല, ഹെൽത്തിലും കെയർ ഇല്ല, ഇതിനെ കുറിച്ച് കെയർ ഇല്ല. പക്ഷെ നിങ്ങളുടെ അടുത്ത് ചോദിക്കുമ്പോൾ അവർ പറയും കൊച്ചാണ് ഇമ്പോർട്ടൻറ്റ്, ഇവരാണ് ഇമ്പോർട്ടൻറ്റ്, അവരാണ് ഇമ്പോർട്ടൻറ്റ്. സോ നോ കെയർ. നിങ്ങളെ കെയർ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ ആരാ കെയർ ചെയ്യും? നിങ്ങൾ കെയർ ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങളുടെ ചർമ്മം ഒരുപാട് ചുരുക്കമൊക്കെ കിട്ടുന്നത്, വരയൊക്കെ കിട്ടുന്നത്, കൂടുതൽ ഇതൊക്കെ കിട്ടാൻ സാധ്യമുണ്ട്. അതുപോലെ തന്നെ സർട്ടൻ മെഡിക്കേഷൻസ് എന്ന് പറയുമ്പോൾ ഗുളിക, ഈ ടാബ്ലറ്റ്സ് ഒക്കെ കഴിക്കുന്നത്, ടാബ്ലറ്റ്സ് എന്ന് പറയുമ്പോൾ ചില ആൾക്കാരിന് ഈ ബോഡിയിൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്, സ്കിൻ ഇറിറ്റേഷൻ, സ്കിൻ റാഷസ് അല്ലെങ്കിൽ അലർജി. ഇവർക്ക് ഒരുപാട് ചൊറിച്ചലൊക്കെ കിട്ടും. സോ ചൊറിച്ചൽ കിട്ടാതെ അവർ ചൊറിയാതിരിക്കാൻ വേണ്ടി ഡോക്ടേഴ്സ് ഒക്കെ ഹൈ ഡോസിൽ ടാബ്ലറ്റ്സ് കൊടുക്കും. അങ്ങനെ ഹൈ ഡോസിൽ ടാബ്ലറ്റ്സ് കൊടുക്കുമ്പോൾ നമുക്ക് എപ്പോഴും ആ ടാബ്ലറ്റ് എടുത്താലും പെട്ടെന്ന് ഉറക്കം വരും. പക്ഷെ നമ്മൾ വിചാരിക്കും ടാബ്ലറ്റ് ആണ് അവർ കൊടുത്തു, ഇനി നമുക്ക് പെട്ടെന്ന് സുഖം കിട്ടുന്നു. പക്ഷേ അത് ഹൈ ഡോസ് ആണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഉറക്കം വരും. എന്തോന്ന് പറഞ്ഞാൽ നിങ്ങളെ ഏത് ടെൻഷൻ ഇല്ലാതെ ഉറങ്ങാൻ വേണ്ടി ഇങ്ങനെ നിങ്ങൾ ഹൈ ഡോസിൽ ടാബ്ലറ്റ് ഒക്കെ കഴിക്കുമ്പോഴേ പെട്ടെന്ന് നിങ്ങളുടെ ചർമ്മത്തില് ഒരുപാട് പിഗ്മെന്റേഷൻ, അതെന്ന് പറഞ്ഞാൽ ബോഡി ഹീറ്റ് ആകാൻ സാധ്യതയുണ്ട്. അങ്ങനെ നിങ്ങളുടെ ദേഹത്തില് ചൂട് കൂടുമ്പോൾ പെട്ടെന്ന് കരിമങ്ങ് കിട്ടാൻ സാധ്യമുണ്ട്. സോ അതിനു വേണ്ടിയുള്ള പ്രോഡക്റ്റ് തന്നെ ഈ സ്കിൻ ഫോർമുല 9ന്റെ ബ്രൈറ്റനിങ് ക്രീം. ഈ ബ്രൈറ്റനിങ് ട്രീറ്റ്മെന്റ് ക്രീം, അതിന്റെ ബെനിഫിറ്റ്സ് നമുക്ക് നോക്കാം. സോ നിങ്ങളുടെ ഫേസ് ഒരുപാട് അൺഈവൻ ആയിട്ട് ഉണ്ട് മാഡം എങ്കിൽ നിങ്ങൾക്ക് ബ്രൈറ്റനിങ് ക്രീം യൂസ് ചെയ്യാം. അതുപോലെ ഫേസിൽ ഒരുപാട് വലിയ വലിയ സ്പോട്ട് പോലും ഉണ്ട്, കറുത്ത പാട്, വലിയ വലിയ കറുത്ത പാടും ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വൃത്തിയായിട്ട് വേണോ, അല്ലെങ്കിൽ തിളക്കമായിട്ട് വേണോ, കരിമങ്കിലിരുന്ന് നിങ്ങൾക്ക് 100% ക്ലിയറൻസ് വേണമെങ്കിൽ ഈ SF9ന്റെ ബ്രൈറ്റനിങ് ട്രീറ്റ്മെന്റ് ക്രീം യൂസ് ചെയ്യാം. പിന്നെ കാലത്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ നിങ്ങൾക്ക് രാത്രി യൂസ് ചെയ്യാം. 20 വയസ്സിന്റെ മുകളിലുള്ള ആൾക്കാർ, അത് ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ എല്ലാവരും യൂസ് ചെയ്യാം. സോ ഓയിലി സ്കിന്നുള്ള ആൾക്കാർ യൂസ് ചെയ്യാം, നോ പ്രോബ്ലം. നിങ്ങൾക്ക് ഒരു 2-3 വാരത്തിൽ റിസൾട്ട് കാണാം. പിന്നെ റെഗുലർ യൂസ് എന്ന് പറയുമ്പോൾ ദിവസം യൂസ് ചെയ്താൽ തന്നെ റിസൾട്ട് കിട്ടും. മാം ഇന്ന് യൂസ് ചെയ്തു, ഇന്നലെ യൂസ് ചെയ്തിട്ടില്ല മാം, ഞാൻ മറന്നുപോയി, അവിടെ പോയി ഇവിടെ പോയി, എനിക്കൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, സോ ഞാൻ മറന്നുപോയി, അല്ലെങ്കിൽ വളരെ ക്ഷീണമായിട്ടിരുന്നു മാം, ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷം എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടൂല. സോ കണ്ണില് ഒരുപാട് ഡാർക്ക് സർക്കിൾസ്, കരിവാളിപ്പ് ഉണ്ടെങ്കിൽ SF9ന്റെ അണ്ടർ ഐസ് സീരം കൂടി നിങ്ങൾക്ക് ഒരുമിച്ച് യൂസ് ചെയ്യാം, നോ പ്രോബ്ലം. സോ കാലത്ത് നിങ്ങൾക്ക് ഫേസില് കരിമങ്കുള്ള ആൾക്കാർ മുഖം കഴുകിയിട്ട് ഈ ബ്രൈറ്റനിങ് ട്രീറ്റ്മെന്റ് ക്രീം ഒരു പച്ച പട്ടാണിയുടെ അളവ് യൂസ് ചെയ്ത് ഒരുപാട് സോഫ്റ്റ് മസാജ് കൊടുക്കാം. കൊടുത്തതിന് ശേഷം ഈ ഇന്റൻസ് ഹൈഡ്രേഷൻ ക്രീം ഉണ്ടല്ലോ, അത് ഒരു പച്ച പട്ടാണിയുടെ അളവ് അപ്ലൈ ചെയ്തിട്ട് പിന്നെ SF9ന്റെ ഹൈഡ്രേറ്റിംഗ് സൺസ്ക്രീൻ SPF 50, അത് 100% മസ്റ്റ് ആണ്. എന്തോന്ന് പറഞ്ഞാൽ നിങ്ങൾ ബ്രൈറ്റനിങ് ക്രീം അപ്ലൈ ചെയ്തിട്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ചർമ്മം കറുക്കാൻ സാധ്യമുണ്ട്. സോ
എല്ലാവരും ബ്രൈറ്റനിങ് ക്രീം അപ്ലൈ ചെയ്തിട്ട് കമ്പൾസറി ഇന്റൻസ് ഹൈഡ്രേഷനും സൺസ്ക്രീനും ഇടണം. അതുപോലെ തന്നെ രാത്രി നിങ്ങൾ സ്കിൻ കെയർ ചെയ്യുമ്പോൾ ആദ്യം മുഖം കഴുകിയിട്ട് പിന്നെ ഈ ബ്രൈറ്റനിങ് ക്രീം ഒരു പച്ച പട്ടാണിയുടെ അളവ് അപ്ലൈ ചെയ്തിട്ട് പിന്നെ ഇന്റൻസ് ഹൈഡ്രേഷൻ ക്രീം അതുപോലെ തന്നെ പച്ച പട്ടാണിയുടെ അളവ് അപ്ലൈ ചെയ്യണം. എന്തോന്ന് പറഞ്ഞാൽ ഇന്റൻസ് ഹൈഡ്രേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഈ ബ്രൈറ്റനിങ് ക്രീം നമ്മുടെ സ്കിന്നിന്റെ ലെയേഴ്സിൽ കൂടി പോയി അതിൽ ഈ പിഗ്മെന്റേഷൻ ഒക്കെ ലെയർ 3യിലാണ് കിട്ടുന്നത്, അവിടെ നിന്ന് കിട്ടും. സോ അതുവരെ നിങ്ങൾക്ക് ആ പ്രോഡക്റ്റ് പോകണമെങ്കിൽ ഈ ഇന്റൻസ് ഹൈഡ്രേഷൻ അപ്ലൈ ചെയ്താൽ തന്നെ അതൊക്കെ സ്കിന്നിന് പുറത്തുള്ള ഡസ്റ്റ് ചർമ്മത്തിന്റെ അകത്ത് കയറാതിരിക്കാൻ വേണ്ടിയുള്ള പ്രോഡക്റ്റ് ആണ്. അത് അപ്ലൈ ചെയ്താൽ തന്നെ ഈ ബ്രൈറ്റനിങ് ക്രീം 100% പ്രോപ്പർ ആയിട്ട് വർക്ക് ആകും. പിന്നെ നമ്മുടെ ന്യൂ ലോഞ്ച് വെലിനോയുടെ സ്റ്റാർലൈറ്റ് നെയിൽ ലാക്കർ കിറ്റ് ഉണ്ട്. പിന്നെ ഇതിൽ നമുക്ക് 12 കളേഴ്സ് ഉണ്ട്. അതിൽ ഓരോരോ കാറ്റഗറിയിലും എന്തോന്ന് പറഞ്ഞാൽ ഒരു കിറ്റിൽ നമുക്ക് 3 കളേഴ്സ് ഉണ്ട്. 2 മാറ്റ് ഷെയ്ഡും ഓരോ ഗ്ലിറ്റർ ഷെയ്ഡും ഉണ്ട്. അതുപോലെ തന്നെ 2 മാറ്റ് എന്ന് പറയുമ്പോൾ അതിൽ ഗ്ലിറ്റർ ഇരിക്കില്ല, പക്ഷെ ഒരു കളർ ഗ്ലിറ്റർ കിട്ടും. സോ നമുക്ക് 4 കിറ്റ്സ് ഉണ്ട്. അതുപോലെ 4 കിറ്റ്സിലും 12 കളർ, ടോട്ടലി 12 യുണീക് കളേഴ്സ്. പിന്നെ നിങ്ങൾ വളരെ ന്യൂ ആണ് ഈ നെയിൽ പോളിഷസ് ഒക്കെ ഇടുന്ന ആൾക്കാരെങ്കിൽ 100% ഹലാൽ സർട്ടിഫൈഡ് ഉള്ള പ്രോഡക്റ്റ് ആണ് ഇത്. പിന്നെ ഓൾസോ വീഗൻ ആൻഡ് ഓൾസോ ക്രൂവൽറ്റി ഫ്രീ പ്രോഡക്റ്റ്. അതുപോലെ തന്നെ നമ്മുടെ MOMന്റെ ഈ ക്രീമി മാറ്റ് ലിപ്സ്റ്റിക് ന്യൂ ലോഞ്ച് ആണ്. ഇതിൽ നമുക്ക് 5 ഷെയ്ഡ്സ് ഉണ്ട്. അതുപോലെ നിങ്ങളുടെ സ്ഥലത്ത് ഒരുപാട് മഞ്ഞുള്ള സ്ഥലമായിട്ടുണ്ടെങ്കിൽ ഈ MOMന്റെ ഹൈഡ്രേറ്റിംഗ് ലിപ്സ്റ്റിക് ഉണ്ട്. ഇതും കൂടി നിങ്ങൾക്ക് ഒരു 7 ടൈപ്സ് ഓഫ് ഓയിൽസ് ഉണ്ട്. ഷിയ ബട്ടർ ഉണ്ട്, അതിൽ നമുക്ക് റാപ്സീഡ് ഓയിൽ ഉണ്ട്, ആൽമണ്ട് ഓയിൽ ഒക്കെ ഉണ്ട്. സോ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഒരുപാട് സോഫ്റ്റ്നെസ്സും കിട്ടും. പിന്നെ ലിപ്സ്റ്റിക് ഇട്ടതുപോലെ ആയിരിക്കും. ഇത് ഒരു ലിമിറ്റഡ് എഡിഷനാ. പിന്നെ ഇതൊക്കെ പ്രോഡക്റ്റ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയ പിന്നീട് നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് ഒക്കെ കിട്ടൂല. സോ ഒരു വിന്റർ ലിമിറ്റഡ് എഡിഷൻ ആണ്. പിന്നെ നമ്മുടെ ബെസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ഡ്യൂ ഗാർഡൻ സാനിറ്ററി നാപ്കിന. ഇതിൽ നമുക്ക് ഗ്രഫീൻ ആനയോൺ ടെക്നോളജി ആൻഡ് FIR ഉണ്ട്, ഫാർ ഇൻഫ്രാറേസ്. ഇത് ഇന്ത്യയില് ഒരേ ഒരു പ്രോഡക്റ്റിൽ തന്നെ ഈ 2 കാറ്റഗറിയും ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് ഡ്യൂ ഗാർഡനാ. സോ ഇതിൽ നമുക്ക് ഓർഡർ ഫ്രീ കൺട്രോൾ, പിന്നെ റാഷസ് ഒക്കെ കിട്ടൂല. നമുക്ക് എവ്രി മന്ത് ഒരു മെൻസ്ട്രൽ ടൈം യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സ്റ്റൊമക് പെയിൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തീരാൻ സാധ്യമുണ്ട്. സോ ഇത് എല്ലാവരും യൂസ് ചെയ്യാം. ഇതിലെ 6 റെഗുലർ പാഡ്സും 4 നൈറ്റ് പാഡ്സും ഉണ്ട്. സോ 100% ടോക്സിൻ ഗ്ലൂ ഒക്കെ ഫ്രീ ആണ്. സോ വിച്ച് ഇസ് വെരി വെരി കംഫർട്ടബിൾ. എല്ലാ ഗേൾസ് യൂസ് ചെയ്യാം, നോ പ്രോബ്ലം. ലേഡീസ് എല്ലാവരും യൂസ് ചെയ്യാം, നോ പ്രോബ്ലം. നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യുമ്പോൾ ഒരു ഒരു സോഫ്റ്റ് ഫീൽ കിട്ടും. ഇത് നമുക്ക് യൂസ് ചെയ്യുന്ന പോലെ ഒരു ബൾജി ഫീൽ ഒക്കെ കിട്ടൂല. സോ നിങ്ങൾക്ക് ഈ ഡ്യൂ ഗാർഡൻ ഫ്ലൈനെ കൊണ്ട് എങ്ങനെ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാം, ഞാൻ ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. നിങ്ങൾക്ക് ഇപ്പോഴും ഒരു ഹോം മീറ്റിംഗ് ഒക്കെ ചെല്ലുന്ന ആൾക്കാരെങ്കിൽ അതിൽ അവർ 30 ആൾക്കാർ വന്നിട്ടുണ്ട്. അതിൽ 20 ആൾക്കാർ നമ്മുടെ ഡ്യൂ ഗാർഡന്റെ സാനിറ്ററി നാപ്കിൻ, 20 ആൾക്കാർ ഓരോരോ ആൾക്കാരും ഓരോരോ പ്രോഡക്റ്റ് വാങ്ങിച്ചാൽ മതി. ഒരു പ്രോഡക്റ്റിന്റെ ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസ് 190. സോ 20 ആൾക്കാർ വാങ്ങുമ്പോൾ അത് 3800. നമുക്ക് 126 PV സ്പോട്ടിൽ പെട്ടെന്ന് മുടിക്കാൻ ഒരു സാധ്യമുണ്ട്. പിന്നെ ഇപ്പോഴും ബൈ 1 get 1 ഓഫറിൽ ഈ 4-in-1 ലിക്വിഡ് ലിപ് സ്റ്റാക്ക് ഉണ്ട്. സോ ഒന്ന് വാങ്ങിച്ചാൽ ഒന്ന് ഫ്രീ. അതുപോലെ തന്നെ നമ്മുടെ സ്പെഷ്യൽ റീപർച്ചേസ് സ്കീം എന്ന് പറയുമ്പോഴും മിസ്റ്റർ ഓഫ് മിലാൻ, വെലിനോ, സ്കിൻ ഫോർമുല 9 ആൻഡ് ഡ്യൂ ഗാർഡനിൽ നിങ്ങൾക്ക് ഒരുമിച്ച് അല്ലെങ്കിൽ തനിച്ച് എങ്ങനെ നിങ്ങൾ 3200 പ്രോഡക്റ്റ് വാങ്ങിച്ചാൽ ഈ JPന്റെ കാസറോൾ ഉണ്ടല്ലോ, ഇത് നമുക്ക് 1.5 ലിറ്റേഴ്സ് കപ്പാസിറ്റി കൊണ്ട് ₹1 കിട്ടും. സോ ഇതിൽ നിങ്ങൾ ഏത് ഭക്ഷണം ചെയ്താലും ഇതിൽ വെക്കാം. അതിന്റെ ലിഡ് ഒരു കണ്ണാടി ലിഡാ. സോ വിച്ച് ഇസ് വെരി സേഫ് ഓൾസോ. സോ ഇത് നമ്മുടെ വെസ്റ്റീജ് സ്കിൻ കെയർ കേരളത്തിന്റെ അഫീഷ്യൽ വാട്സപ്പ് ചാനലാണ്. ഫോളോ ചെയ്യാത്ത ആൾക്കാർ എല്ലാവരും ഫോളോ ചെയ്യണം. എന്തോന്ന് പറഞ്ഞാൽ ഇതിൽ നമുക്ക് പ്രോഡക്റ്റ് ട്രെയിനിങ്സിന്റെ അപ്ഡേറ്റ്സ്, പിന്നെ അതിന്റെ ബിഫോർ ആഫ്റ്റർ ഫോട്ടോസ്, പിന്നെ നിങ്ങൾക്ക് ഹെയർ കെയർ ടിപ്സ്, സ്കിൻ കെയർ ടിപ്സ്, ഇതുപോലെ നിങ്ങൾക്ക് ഡിഫറെന്റ് ആയിട്ട് സ്കിൻ കെയർ, ഹെയർ കെയറിനെ കുറിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ന്യൂ പ്രോഡക്ട്സ്, അതിന്റെ റീപർച്ചേസ് സ്കീം ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ അപ്ഡേറ്റ്സ് വേണമെങ്കിൽ ഈ വെസ്റ്റീജ് സ്കിൻ കെയർ കേരളത്തിന്റെ വാട്സപ്പ് ചാനൽ എല്ലാവരും ഫോളോ ചെയ്യണം. സോ
So thank you, team. Thank you so much for joining today. And thank you, Shaji sir, for giving me this an opportunity. Thank you, sir. താങ്ക് യു മാഡം. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാൻ സമയമുണ്ടോ മാഡത്തിന്? Yes, sir. Yes, sir. Yes, sir. ആർക്കെങ്കിലും മാഡത്തിനോട് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കണമെങ്കിൽ ചോദിക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് അഡ്മിറ്റ് ആക്കി തരാം. സർ ഗുഡ് മോർണിംഗ്. പറഞ്ഞോളൂ മാഡം ഗുഡ് മോർണിംഗ്. മാഡം ഈ Good കരിമങ്കലിൽ morning, sir. Good ഉള്ളവർക്ക് morning. Good morning. ഞാൻ കരുനാഗപ്പള്ളിയിലും മാഡത്തിന്റെ ക്ലാസ് കേട്ടിരുന്നു. കരുനാഗപ്പള്ളി പിന്നെ അവിടെ മാഡത്തിന്റെ ക്ലാസ് അന്നേരം കേട്ടിരുന്നു. കരിമങ്കലിക്കാർക്ക് ഉള്ള ഒന്നുകൂടെ ബ്രീഫ് ചെയ്യാവോ? കരിമങ്കലിലുള്ളവർക്ക് ഏതൊക്കെ യൂസ് കരിമങ്കുള്ള ചെയ്യണം? ഉള്ള ആൾക്കാരിന് നമ്മൾ ബ്രൈറ്റനിങ് ക്രീം കൊടുക്കാം, സർ. സോ ബ്രൈറ്റനിങ് ക്രീം നമ്പർ കൊടുക്കുമ്പോൾ വൺ എങ്ങനെ? നമ്പർ വണ്ണ് നമ്പർ 1 ഫേസ് വാഷ് ആണ്, ഡീപ് ക്ലെൻസിങ് ഓയിൽ. ആ ആ ഓക്കെ നമ്പർ 2 ബ്രൈറ്റനിങ് ക്രീം. ഓക്കെ നമ്പർ 3 ഇന്റൻസ് ഹൈഡ്രേഷൻ ക്രീം. ഓക്കെ മാഡം. നമ്പർ 4 സൺസ്ക്രീൻ. സൺസ്ക്രീൻ. ഓക്കെ. അപ്പം ഇത് ഒന്നുകൂടെ യൂസ് ചെയ്യുന്ന കാര്യം ഏതൊക്കെ രീതിയിൽ എത്ര ടൈം വെച്ച് എങ്ങനെ മസാജ് ചെയ്യുന്ന സർ, രീതിയിൽ ഒന്നാമത്തെ കാറ്റഗറി നമുക്ക് മുഖം കഴുകാം, സർ. പിന്നെ രണ്ടാമത്തെ ആ സർ. സ്റ്റെപ്പ് നമുക്ക് ഒരു പച്ച പട്ടാണിയുടെ അളവ് ബ്രൈറ്റനിങ് ക്രീം അപ്ലൈ ചെയ്തിട്ട് ഒരു 30 സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ട് അതിന്റെ ശേഷം അഗെയിൻ ഒരു പച്ച പട്ടാണിയുടെ അളവ് ഇന്റൻസ് ഹൈഡ്രേഷൻ ക്രീം അപ്ലൈ ചെയ്യാം. സോ അത് ഓക്കെ അപ്ലൈ മാഡം. ചെയ്തതിന് ശേഷം നമുക്ക് സൺസ്ക്രീൻ, ഞാൻ പറഞ്ഞതുപോലെ 2 ഫിംഗർ റൂൾ, 2 ഓക്കെ ഫിംഗറിന്റെ അളവ് അല്ലെങ്കിൽ 2 പമ്പ് സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പൗഡർ കൂടി അപ്ലൈ ചെയ്യാം. അഷ്യൂരിന്റെ ബോഡി ടാൽക്കോ അല്ലെങ്കിൽ MOMന്റെ കോമ്പാക്റ്റോ ലൂസ് പൗഡറോ ഏത് വേണമെങ്കിലും അപ്ലൈ ചെയ്തിട്ട് പുറത്തേ പോകാം. അതുപോലെ നമുക്ക് ഓക്കെ രാത്രി മാഡം. അപ്ലൈ ഓക്കെ ചെയ്യണം. രാത്രി മുഖം ഓക്കെ കഴുകാം, ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് ബ്രൈറ്റനിങ് ക്രീം അപ്ലൈ ചെയ്യാം. ഓക്കെ മൂന്നാമത്തെ സ്റ്റെപ്പ് ഇന്റൻസ് ഹൈഡ്രേഷൻ. രാത്രി നമുക്ക് സൺസ്ക്രീൻ വേണ്ട. സോ നമുക്ക് ഓക്കെ ബ്യൂട്ടി ഔട്ട് മാത്രം പറയാൻ പറ്റത്തില്ല. പക്ഷെ ബ്യൂട്ടി ഇന്ന് പറയുമ്പോൾ അവർക്ക് ഒരുപാട് ഹീറ്റ് ബോഡി ഉള്ള ആൾക്കാരെങ്കിൽ അംല കൊടുക്കാം, അലോവേര കൊടുക്കാം, ഓക്കെ കോംബയോട്ടിക്സ് കൊടുക്കാം. ഇതുപോലെ നിങ്ങൾക്ക് സപ്ലിമെന്റ്സും കൂടി ഒരുമിച്ച് കൊടുക്കുമ്പോൾ പെട്ടെന്ന് റിസൾട്ട് കിട്ടും, സാർ. ഓക്കെ. താങ്ക് യു മാഡം. താങ്ക് യു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച്. പ്രഭാകരൻ ചേട്ടാ ചോദിച്ചോളൂ. മേഡം ഇപ്പോൾ ഇതൊക്കെ പൊള്ളിയിട്ട് കറുത്ത പാടുണ്ടാവുമല്ലോ, അതൊക്കെ പോവാൻ എന്തെങ്കിലും സപ്ലിമെന്റ് ഉണ്ടാവും? എന്താ മാം പറഞ്ഞ്? കൈ പൊള്ളിയതിന്റെ കറുത്ത പാടുകൾ പോവാന്. ഓക്കെ മാഡം, കയ്യില് പൊള്ളിയതെന്ന് പറയുമ്പോൾ അത് എങ്ങനെയാ പൊള്ളിയത്? ഏതെങ്കിലും ഭക്ഷണം ഭക്ഷണം ഫുഡ്? പാകം ചുടുവെള്ളം ഓക്കെ, ഫുഡിന്റെ ഓക്കെ, പൊള്ളിയിട്ടേ ഓക്കെ, ഓക്കെ മാഡം. അങ്ങനെ പൊള്ളുമ്പോൾ നമുക്ക് സ്കിൻ കെയർ ചെയ്യാൻ പറ്റത്തില്ല. എന്തോന്ന് പറഞ്ഞാൽ ആ പൊള്ളിയ സ്ഥലം ഒരുപാട് സെൻസിറ്റീവായി മാറും മാഡം. അപ്പോഴ് ഒരു 30 ഡേയ്സ്, ഒരു 30 ദിവസം വരെ ദിവസം ആ സ്ഥലത്തിൽ നിങ്ങൾക്ക് ഹണി എന്ന് പറയുമ്പോൾ എന്താ മാഡം പറയും? തേനെന്ന് തമിഴിൽ പറയും, മലയാളത്തിൽ എന്താ പറയും മാഡം? തേന്. അതെ, തേന്. തേൻ. ആ സ്ഥലത്തിൽ നിങ്ങൾ തേന് മാത്രം അപ്ലൈ ചെയ്തിട്ട് വന്നാൽ മതി മാഡം. എവിടെ? പൊള്ളിയ സ്ഥലത്തിൽ മാത്രം. പെട്ടെന്ന് അവിടെ ഉള്ള കറുത്ത പാട് മാറും. പക്ഷേ നിങ്ങൾ ദിവസം അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ ആയിരിക്കും എന്ന് ഞാൻ പറയാം. ഈ ഈ എണ്ണ പൊള്ളിയപ്പോഴേ എങ്ങനെ നിങ്ങൾക്ക് വേദനിച്ചോ അതുപോലെ വേദന നിങ്ങൾക്ക് ഓരോരോ സമയം ഈ തേൻ അപ്ലൈ ചെയ്യുമ്പോൾ അതുപോലെ ഒരുപാട് നീറുന്ന ഫീൽ ഇരിക്കും. പക്ഷേ പെട്ടെന്ന് നിങ്ങളുടെ പാട് തീരും മാഡം. കാലത്ത് രാത്രി ദിവസം അത് തേന് മാത്രം അപ്ലൈ ചെയ്തിട്ട് വന്നാൽ മതി മാഡം. എന്തോന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഞാൻ പറയാം മാഡം, ഈ ക്രീം അപ്ലൈ ചെയ്യും മാഡം, ആ ക്രീം അപ്ലൈ ചെയ്യും. പക്ഷെ ചില ആൾക്കാരിന് അവിടെ ഒരുപാട് സെൻസിറ്റീവായി മാറിക്കളഞ്ഞാൽ നമുക്ക് ഏത് പ്രോഡക്റ്റ് ഇട്ടാലും ആ പ്രശ്നം അതിന്റെ കൂടി ഒരുപാട് കൂടിപ്പോയ പ്രശ്നം തന്നെ കിട്ടും. പെട്ടെന്ന് പ്രശ്നം തീരൂല, പക്ഷെ പ്രശ്നം കൂടും. അതിനു വേണ്ടി തന്നെ നമ്മള് തേന് പറഞ്ഞത്. സോ അവിടെ തേന് മാത്രം അപ്ലൈ ചെയ്താൽ മതി മാഡം. പൊള്ളിയിട്ട് 8 വർഷമൊക്കെ അയക്കണ്. കുണ്ടും കുഴി അന്നുമില്ല, നല്ലതാണ്, നല്ലൊരു കുഴപ്പമില്ല. പക്ഷെ കറുത്ത പാടുണ്ട്. അത് എത്ര നാളായി മാഡം അത്? 8 വർഷമൊക്കെ ആയി പൊള്ളിയിട്ട്. ഇപ്പൊ കറുത്ത പാട് മാത്രമേ ഉള്ളൂ. ഒന്നും ഒരു കുഴപ്പമില്ല. ഞാൻ പലരും ചോദിക്കണ്ടേ പൊള്ളിയതിന്റെ പാട് പോവാനുള്ള മാഡം, ആ മരുന്നുണ്ടാകുന്നത്. ഫോട്ടോ എനിക്ക് അയച്ചു തരാൻ പറ്റുമോ? ഈ ചാറ്റ് ബോക്സിൽ ഫോട്ടോ അയക്കാം. നിങ്ങൾക്ക് ആ ഫോട്ടോ
അറ്റാച്ച് ചെയ്യാലോ? അയക്കാം. യാ. ഫോട്ടോസ് 8 വർഷമായോ മാഡം? എന്താ പറഞ്ഞു മാഡം? 8 വർഷമായോ? 8 വർഷമായി പൊള്ളിയിട്ട്. അതിന് പാട് പൊള്ളിയതിന്റെ ഒന്നുമില്ല, പക്ഷെ കറുത്ത പാടാണ്. അങ്ങനെ ഓക്കെ. പലരും അത് നമ്മൾക്ക് തന്നെ യൂസ് ചെയ്തതിന് ശേഷമല്ല മറ്റൊരാളോട് പറയാൻ പറ്റുമോ? ഇപ്പൊ എന്റെ കയ്യിൽ പൊള്ളിയതുണ്ട്. ഓക്കെ. അതിന്റെ ഫോട്ടോ അയക്കും മാഡം. പിന്നെ നിങ്ങൾക്ക് അഷ്യൂറിന്റെ ഹാൻഡ് ആൻഡ് ബോഡി ലോഷൻ യൂസ് ചെയ്യാം. പക്ഷെ നമുക്ക് ബ്രൈറ്റനിങ് ട്രീറ്റ്മെന്റ് ഒക്കെ ആ സ്ഥലത്ത് ഇടാൻ പറ്റൂല. പിന്നെ ഇപ്പോഴ് കിട്ടിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു മാസത്തിന് മുമ്പ് തന്നെ അതൊക്കെ കിട്ടിയെങ്കിൽ നമുക്ക് തേനൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് മാറും. പക്ഷെ 8 വർഷം ആയാല് കുറച്ച് പാട് തന്നെ മാഡം. അതൊക്കെ തീരുമെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. നോക്കാൻ പറ്റില്ല ക്രീമുകളൊക്കെ എടുക്കാൻ പറ്റില്ല. വേറെ ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? ഹലോ മാഡം, അതുപോലെ കറുത്ത ഗുഡ് മോർണിംഗ് മാം. മുഖക്കുരു വന്നിട്ട് ആ ഭാഗം ഫുള്ളും നല്ല കരുവാളിച്ച് നല്ല കറുത്ത ഒരു ഉണ്ണിയുടെ പോലെയായി. അപ്പൊ അതിന് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റുമോ? മാഡം, കറുത്ത് പോയെന്ന് പറഞ്ഞാൽ കറുത്ത പോലെ പാടുണ്ടോ അല്ലെങ്കിൽ കറുത്ത് കുഴി ഉണ്ടോ മാഡം? കുഴിയല്ല, പാടായിട്ട് ഈ മൂക്കുരു വന്നിട്ട് നല്ല കറുപ്പായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ബ്ലെമിഷ് ജെൽ തന്നെ മാഡം ഇടണം. ഫസ്റ്റ് സെഷനിൽ ഞാൻ പറഞ്ഞല്ലേ, ക്ലെൻസിങ് ഓയിൽ, ബ്ലെമിഷ് ജെൽ, ഇന്റൻസ് ഹൈഡ്രേഷൻ, സൺസ്ക്രീൻ, അത് തന്നെ ഇടണം. ഇത്രയും വേണം അല്ലേ? ആ ഓക്കെ, ശരി, പക്ഷെ താങ്ക് യു. ചില ആൾക്കാരിന് അത് വാങ്ങാൻ ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിൽ അഷ്യൂരിന്റെ ക്ലാരിഫയിങ് ഫേസ് വാഷും ബ്ലെമിഷ് ജെല്ലും സൺസ്ക്രീൻ അങ്ങനെ പറയാം മാഡം. ഹലോ മാഡം. ഗുഡ് മോർണിംഗ് മാഡം. ഹലോ. ഗുഡ് പറയൂ, പറയൂ. മോർണിംഗ് മാം, പറയൂ മാഡം. ആന്റി ഏജിങ് എന്താ മാഡം ഉപയോഗിക്കാവുന്നേ? ആന്റി ഏജിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾ യൂത്ത് എലിക്സർ അപ്ലൈ ചെയ്യാം. കാലത്ത് യൂത്ത് എലിക്സർ അപ്ലൈ ചെയ്തിട്ട് സൺസ്ക്രീൻ ഇടാം. രാത്രിയും അതുപോലെ തന്നെ മുഖം കഴുകിയിട്ട് യൂത്ത് എലിക്സറും ഇന്റൻസ് ഹൈഡ്രേഷനും അപ്ലൈ ചെയ്യാം മാം. ഓക്കെ, താങ്ക് യു. ഈ ഫോട്ടോ എടുക്കാൻ കഴിയുന്നില്ല, അടുത്ത് പെട്ടേരാൻ പറ്റുന്നില്ല. അവനോട് നമ്മളെ മാഡം പ്രൊഡക്റ്റ് ഗ്രൂപ്പിൽ ഇട്ടാൽ മതി. അപ്പൊ പ്രിയ മേഡം ഗ്രൂപ്പിലുണ്ട്. അപ്പൊ അതിന് റിപ്ലൈ തരും. നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഗ്രൂപ്പിൽ. ഓക്കെ. ഹലോ മാം, ഇത് മഹിരാണ്. യെസ് മാം, ഗുഡ് മോർണിംഗ്. മാം, എന്റെ ഞാൻ ഫസ്റ്റ് സ്കിൻ കെയർ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് കുറെ ഗ്യാപ്പായി, ഓക്കെ. ടൈമൊന്നും കിട്ടുന്നില്ല. അപ്പൊ പ്രോപ്പർ ആയിട്ട് ഒരു സ്കിൻ കെയർ ചെയ്യാൻ വേണ്ടിട്ടായിട്ട് എന്തെങ്കിലും ഓക്കെ. മാഡത്തിന്റെ ചർമ്മം എങ്ങനെ ഉണ്ട്? സോ ഏതെങ്കിലും പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ നോർമൽ സ്കിൻ ആണ്? ഏത് പ്രശ്നമില്ലയോ? എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അതിനു വേണ്ടി എനിക്ക് മറ്റേ ഞാൻ ജോൺസൺസ് ബേബി സോപ്പാണ് യൂസ് ആക്കണത്. അപ്പൊ മുതൽ അയ്യേ. ഇപ്പൊ വരെ സോപ്പ് ആദ്യം ഓക്കെ. ചേഞ്ച് വേറെ പ്രൊഡക്റ്റ് യൂസ് ആക്കുമ്പോ ഫേസ് വാഷില് ബാക്കി ക്രീമൊക്കെ ഓക്കെയാണ്. വാഷ് ഓക്കെ. ചെയ്യുമ്പോ വേറെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോ എന്റെ ഫേസിലേക്ക് ഇത് വരും, എന്താ പറയാ, പിമ്പിൾസും ആകെ കൊളാവും. പിമ്പിൾസ് ഉണ്ടോ മാഡം? പിമ്പിൾസ് കിട്ടാറുണ്ടോ? ഇല്ല, പിമ്പിൾസ് ഇല്ല, പക്ഷെ ചേഞ്ച് ആക്കിയ സോപ്പ് ചേഞ്ച് ആയാല് വരും. ഓക്കെ. ഓക്കെ. എങ്കിൽ മാം നിങ്ങൾ ആ സോപ്പ് യൂസ് ചെയ്തോളൂ, പ്രശ്നമില്ല. പക്ഷെ നിങ്ങൾക്ക് ഒരുപാട് നോർമൽ സ്കിൻ കെയർ റൊട്ടീൻ വേണമെങ്കിൽ SF9ന്റെ ഫേസ് മിസ്റ്റ്, ഇന്റൻസ് ഹൈഡ്രേഷൻ, സൺസ്ക്രീൻ ഉപയോഗിക്കാം മാഡം. നോ പ്രോബ്ലം. ഓക്കെ ഓക്കെ. ഓക്കെ മാഡം. ഞങ്ങൾ ലിപ്സ്റ്റിക്കിന്റെ പറ്റിട്ട് എക്സ്പ്ലെയിൻ ചെയ്തില്ലേ, അത് ലോങ് ലാസ്റ്റിംഗ് ആണോ? യെസ് മാഡം, അത് ലോങ് ലാസ്റ്റിംഗ് ആണ്. ഈ ഹൈഡ്രേറ്റിംഗ് ലിപ്സ്റ്റിക് ഒരുപാട് കൂടുതൽ സമയം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 7 to 8 hours ആൾമോസ്റ്റ് വേണമെങ്കിൽ ഹൈഡ്രേറ്റിംഗ് ലിപ്സ്റ്റിക് ഇടാം. ഓക്കെ ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. ഹലോ മാഡം. ഗുഡ് മോർണിംഗ് മാം.
ഗുഡ് മോർണിംഗ്. ഞാനിപ്പോ ഈ പിമ്പിൾസ് ഉണ്ടായിട്ട് ഞാൻ ഈ ബ്ലെമിഷലും അതുപോലെ സൺസ്ക്രീൻ അതൊക്കെ ഇപ്പൊ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ കുരു കുറച്ചിപ്പോ കുറവുണ്ട്. ഇപ്പൊ കുറച്ചൊരു കരുവാളിപ്പ് പോലെ ഇങ്ങനെ ഉണ്ട്. കുരു വന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു കറുത്ത പാടുകളുണ്ട്. അപ്പൊ അത് പോവാനായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ബ്ലെമിഷ് ജെല്ല് ആദ്യം നിങ്ങൾ യൂസ് ചെയ്യാം മാം. എന്തെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആ ആ നിങ്ങൾക്ക് കുരുവൊക്കെ മാറി. ഇപ്പോഴും കുരു ആ ഇല്ല. ചർമ്മത്തിൽ ഓക്കെ. ഒരു കുരു കൂടി ഇല്ല. മുഖക്കുരു ഇല്ലെന്ന് നിങ്ങൾ വിചാരിക്കുമ്പോഴേ ഓക്കെ, ആ ആ ആ ചർമ്മത്തിൽ എവിടെ നമുക്ക് തൊട്ട് നോക്കിയാലും ഒരുപാട് ഒരു കല്ല് പോലെ ഒരു കുരു കൂടി, ഒരു ഇച്ചിരി കടുകിന്റെ അളവ് കൂടി കുരു ഇല്ലെന്ന് നിങ്ങൾ എപ്പോഴും വിചാരിക്കുന്നോ അപ്പോൾ തന്നെ ആ ബ്രൈറ്റനിങ് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം. എന്തോന്ന് പറഞ്ഞാൽ കുരുവുള്ള ഓക്കെ. ആൾക്കാർ ബ്രൈറ്റനിങ് ട്രീറ്റ്മെന്റ് ക്രീം നമ്മുടെ സൗത്ത് സൈഡിൽ, അതായത് തമിഴ്നാട് അല്ലെങ്കിൽ കേരള ആൾക്കാർ, കുരുവുള്ള ആൾക്കാർ ബ്രൈറ്റനിങ് ക്രീം ഇടുമ്പോൾ ചില ആ ആൾക്കാരിന് കുരു കൂടാൻ സാധ്യമുണ്ട്, മുഖക്കുരു കൂടാൻ സാധ്യമുണ്ട്. ഓക്കെ ഓക്കെ. സോ മുഖക്കുരു ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറിയതിന് ശേഷം നിങ്ങൾക്ക് ബ്രൈറ്റനിങ് ക്രീം ഇടാം, ഓക്കെ ഓക്കെ മാഡം. ആ കറുത്ത പാട് തീരാൻ വേണ്ടി. ഓക്കെ ഓക്കെ മാഡം. ഓക്കെ ഓക്കെ മാഡം. ശോഭാന ചോദിച്ചോ? ഹലോ മാഡം, വൈറ്റ് ഹെഡ്സ് പോവാൻ എന്താ ചെയ്യാ? വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് ഉണ്ടെങ്കിൽ അഷ്യൂർ നാച്ചുറലിന്റെ ഫേസ് സ്ക്രബ് ഉണ്ടല്ലോ, പപ്പായ ഫേസ് ഫേസ് സ്ക്രബ്, അത് വീക്ക്ലി വൺസ് നിങ്ങൾക്ക് രാത്രി ഉപയോഗിച്ചിട്ട് ഇന്റൻസ് ഹൈഡ്രേഷൻ ക്രീം യൂസ് ചെയ്തിട്ട് ഉറങ്ങാം. വാരത്തിൽ ഒരു സമയം ഇത് വീക്ക്ലി വൺസ് അങ്ങനെ യൂസ് ചെയ്യാം. ദിവസം യൂസ് ചെയ്യേണ്ട, വീക്ക്ലി വൺസ് യൂസ് ചെയ്യാം മാഡം. എന്നിട്ട് നമ്മൾ അതിന്റെ ബിഫോറോ ആഫ്റ്ററോ നമ്മൾ ഹോട്ട് വാട്ടറും അതുപോലെ അതൊക്കെ യൂസ് ചെയ്യൂലേ, അല്ലെങ്കിൽ തണുത്ത വെള്ളം ഉപയോഗിക്കില്ലേ, അങ്ങനെയൊക്കെ ചെയ്യണം? അല്ല, അങ്ങനെയൊക്കെ അതൊക്കെ അവര് ഇതൊക്കെ എന്താ പറയുന്നത്, എനിക്ക് എങ്ങനെ പറയരുതെന്ന് എനിക്ക് തെരിയല്ല. ഇതെന്താ പറയുന്ന അറിയോ മാഡം, ഇതൊക്കെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് അവര് പറയും. മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ ഇങ്ങനെ ചെയ്യണം, ഇതുപോലെ ചെയ്താൽ തന്നെ പെട്ടെന്ന് നിങ്ങൾക്ക് റിസൾട്ട് കാണാൻ പറ്റും, അതുപോലെ അവര് സ്റ്റാർട്ട് ചെയ്തിട്ടത്. സോ നിങ്ങൾക്ക് ഈ ഹോട്ട് വാട്ടർ ഒക്കെ സ്കിന്നില് ഒരുപാട് ആ സ്റ്റീമിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ പോർസ് ഓപ്പൺ ആകുമെന്ന് പറയും. പക്ഷേ ആ സ്ഥലം ഒരുപാട് സോഫ്റ്റ് ആകും. സോഫ്റ്റ് ആയതിനു ശേഷം നിങ്ങൾക്ക് സ്ക്രബ് ചെയ്യുമ്പോൾ പെട്ടെന്ന് പോകും, പക്ഷേ പെട്ടെന്ന് കിട്ടും. നിങ്ങൾ ഒരാഴ്ച ഫുള്ളി ഈ ചൂട് വെള്ളത്തിൽ കുളിച്ച് നോക്കും മാഡം, പെട്ടെന്ന് ഈ ബ്ലാക്ക് ഹെഡ് വൈറ്റ് ഹെഡ് കിട്ടും. പക്ഷെ നിങ്ങൾ തണുത്ത വെള്ളത്തിൽ കുളിച്ച് നോക്കും, അതൊക്കെ കിട്ടൂല. അതാണ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, അവരൊക്കെ അങ്ങനെ പറയും. മുഖം കഴുകിയിട്ട് നിങ്ങൾ ഫേസ് സ്ക്രബ്, അഷ്യൂർ നാച്ചുറൽ സ്ക്രബ് യൂസ് ചെയ്തിട്ട് അതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫേസ് മിസ്റ്റും ഇന്റൻസ് ഹൈഡ്രേഷനും അടിച്ചാൽ മതി മാഡം. ഓക്കെ ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു, താങ്ക് യു. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ. ഇനി ആർക്കും ഇല്ലാന്ന് തോന്നുന്നു. പ്രിയ മാഡം നമ്മളെ ഗ്രൂപ്പിലുണ്ട്, പ്രൊഡക്റ്റ് ഗ്രൂപ്പിലുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടോ അവിടെ ചോദിക്കാം. നമ്മൾക്ക് വേണ്ടി ഈ ഒരു മണിക്കൂർ ഇത്രയും സമയം മാറ്റിവെച്ച മാഡത്തിന്റെ വിലപ്പെട്ട സമയം ഞാൻ ചോദിച്ചപ്പോൾ തന്നെ വരാം എന്ന് പറഞ്ഞത് വളരെ സന്തോഷമുണ്ട്. നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ളത് മാഡത്തിന്റെ ഇതുപോലത്തെ ഒരു സെഷൻ ആയിരുന്നു. കുറെ കാലമായി കാത്തിരുന്ന സെഷനായിരുന്നു. വളരെ താങ്ക്സ് അറിയിക്കാൻ നമ്മുടെ ടീമിന് വേണ്ടിയിട്ട്. ഇനിയും മാഡത്തിന്റെ പ്രസന്റേഷൻ നമ്മൾ കാത്തിരിക്കുകയാണ്. എപ്പോഴെങ്കിലും ഫ്രീ ആവുന്ന സമയത്ത് വന്ന് വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ കാര്യങ്ങൾ നമുക്ക് കിട്ടുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു മാഡം. Thank you so much, sir. Thank you so much for giving me this opportunity. Thank you team. Thank you so much. ഈ സമയത്തിൽ കൂടി എല്ലാവരും ജോയിൻ ചെയ്തതിന് ഒരുപാട് താങ്ക് യു. പിന്നെ എന്റെ മലയാളം അത്ര മലയാളം എനിക്ക് അറിയില്ല, ഇച്ചിരി തന്നെ അറിയാം. സോ എല്ലാവരും ക്ഷമിക്കണം. സോ പെട്ടെന്ന് ഞാൻ പഠിക്കും. താങ്ക് യു ടീം. ഓക്കെ മാഡം.